അത് നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ഏകാദശ സ്കന്ധം 9-ാം അധ്യായം. ഇനി 22 എടുക്കണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഏകാദശത്തിലെ 9-ാം അധ്യായത്തില് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് കൊണ്ടുവന്ന വിഷയം ഗുരുക്കന്മാരെ കുറിച്ചാണ്. ഈ പ്രകൃതിയിലുള്ള സമസ്ത ഘടകങ്ങളും നമ്മൾക്ക് മൗനമായി ഓരോ പാഠങ്ങൾ ഉപദേശിച്ചു തരുന്ന ഗുരുക്കന്മാരാണ് എന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കഴിഞ്ഞ ശ്ലോകത്തിൽ ഊർണനാഭിയുടെ കഥയാണ്, ചിലന്തിയുടെ കഥയാണ്. തൻ്റെ ഉള്ളിൽ നിന്നുമാണ് ഇത് നൂലെടുത്ത് അത് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപരിപ്പിച്ചിട്ട് ആ നൂലിനെ ഉള്ളിലേക്ക് വലിക്കുകയും ചെയ്യുന്നു. ഇതുപോലെയാണ് ഈശ്വരൻ എന്ന് ഈശ്വരന്റെ ജഗത് സൃഷ്ടിക്ക് ഉദാഹരണമായി ഈ ചിലന്തിയെ കണ്ടു പഠിക്കൂ എന്നൊരു ഉദാഹരണം പറഞ്ഞു നിർത്തിയിട്ട് അടുത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എത്രയെത്ര മനോദേഹി ധാരയത് ഫകടം ധിയാം സ്നേഹാത് ദ്വേഷാത് ഭയാദ്വാവിയാതി തത്ത് സ്വരൂപതം. എത്രയെത്ര ഏതേത് വസ്തുക്കളിൽ മനസ്സ് ദേഹി മനുഷ്യരുടെ ജീവാത്മാക്കളുടെ ധാരയത് ധരിക്കുന്നു, ഫക്കലം സമ്പൂർണമായും ധിയാ ബുദ്ധി കൊണ്ട് മനസ്സിനെ സമ്പൂർണമായിട്ടും ഏതേത് വസ്തുക്കളിലാണോ ധരിക്കുന്നത്, നിലനിർത്തുന്നത്, അതിന് കാരണം ഒന്നുകിൽ സ്നേഹാത് അല്ലെങ്കിൽ ദ്വേഷാത് അല്ലെങ്കിൽ ഭയാത് വാ അപി. ഈ മൂന്നും ഉണ്ടായിരിക്കും. സ്നേഹം കൊണ്ടോ ദ്വേഷം കൊണ്ടോ ഭയം കൊണ്ടോ ആയിരിക്കും. അങ്ങനെ യാതി പ്രാപിക്കുന്നു തത്തത് സ്വരൂപതാം, അതാതിൻ്റെ രൂപത്തെ പ്രാപിക്കുക തന്നെ ചെയ്യുന്നത്. ഒരു മനുഷ്യൻ, ഒരു ജീവാത്മാവ് ബുദ്ധി കൊണ്ട് മനസ്സിനെ സമ്പൂർണമായിട്ടും ഏതൊരു വിഷയത്തിലേക്കാണോ ഇറക്കി വിടുന്നത്, കുറച്ചു സമയം കൊണ്ട് തദാകാരമായിട്ട് തീരും. അതേ ആകൃതിയോട് കൂടിയതാകും നമ്മുടെ മനസ്സ്. ഒന്നുകിൽ സ്നേഹം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ദ്വേഷം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഭയം കൊണ്ടായിരിക്കും. ഇപ്പൊ സ്നേഹം കൊണ്ടാണ് ഒരു വസ്തുവിലേക്ക്, ഒരാളിൽ അല്ലെങ്കിൽ ഒരു വസ്തുവിൽ മനസ്സുറപ്പിക്കുന്നതെങ്കിൽ കുറച്ചു സമയം കൊണ്ട് മനസ്സ് ആ ആളുടെ സ്വരൂപത്തോട് കൂടിച്ചേർന്നായിട്ടേ നമ്മളെ ഉള്ളിൽ നിൽക്കാൻ പറ്റൂ. മനസ്സതങ്ങ് ഉൾക്കൊള്ളും, അതങ്ങെടുക്കും. ഇനി ശത്രുത കൊണ്ടാണെങ്കിൽ അതിനെ ആയിരിക്കും ഉള്ള വിചാരം. ഒരു വ്യക്തി എന്നുള്ളത് മാറ്റിയിട്ട് ശത്രു എന്നുള്ള ഭാവം മനസ്സിലുണ്ടാക്കിയെടുത്തിട്ട് മനസ്സ് ഒരു ശത്രുതയുടെ സ്വരൂപത്തോട് കൂടിയതായിട്ട് തീരും. ഭയമാണെങ്കിലും അങ്ങനെ തന്നെ. ഈ 3 ഉദാഹരണമായി കാണിച്ചിട്ട് മനസ്സ് അങ്ങനെ ആയിത്തീരും എന്ന് കാണിക്കാൻ ഇനി അടുത്ത ശ്ലോകത്തിൽ ഒരു ഉദാഹരണം പറയുകയാണ് പ്രകൃതിയിൽ നിന്ന്. എത്രയെത്ര മനോദേഹി ധാരയത് സകലം ധിയാം സ്നേഹാത് ദ്വേഷാത് ഭയാദ്വാപിയാതി തത്തത് സ്വരൂപതാം. എത്രയെത്ര മനോദേഹി ധാരയത് സകലം ധിയാ സ്നേഹാത് ദ്വേഷാത് ഭയാദ്വാപിയാതി തത്തത് സ്വരൂപതാം. കീടപേശഃകൃതം ധ്യായൻ കുഡ്യം തേന പ്രവേശിത യാതി തത് സാമ്യതം രാജൻ പൂർവരൂപം അസന്ത്യജൻ. കീടഃ പേശഃകൃതം. കീടഃ എന്ന് വെച്ചാൽ ഒരു പുഴു. കീടം ഒരു പുഴുവാണ്. അത് പേശഃകൃതം, പേശഃകൃതൻ വേട്ടാളൻ എന്ന് പറയുന്ന ഒരു പുഴുവിന്റെ കഥ ഉദാഹരിക്കാം.
അത് അതിന്റെ ജീവിതം കൊണ്ട് പഠിച്ച പാഠം എന്താന്ന് പറയാൻ പോവാണ്. പേശഫ്കൃതം കീടഹ കുഡ്യാം, അതിന്റെ കുട്ടി, അതായത് ഇത് കൂടുണ്ടാക്കുന്ന ചുമരിലാണ്, ചുമരിലോ ഏതെങ്കിലും സ്ഥലത്ത് ആണ് ഈ വേട്ടാളൻ കൂടുണ്ടാക്കുന്നത്. ആ കൂട്ടിൽ, ആ കുഡ്യയിൽ ധ്യായൻ തേന പ്രവേശിത, അതിൽ പ്രവേശിക്കപ്പെട്ടിട്ട് ധ്യാനിച്ചുകൊണ്ടേയിരിക്കും. കീടഹ പേശഫ്കൃതം ധ്യായൻ കുഡ്യാം തേന പ്രവേശിത യാതിതത് സാമ്യതാം വിരാജൻ, അതിന്റെ ഫമാവസ്ഥയെ പ്രാപിക്കുന്നു. പൂർവരൂപം അസന്ത്യജൻ, പൂർവരൂപത്തെ ത്യജിക്കാതെ. വേട്ടാളിനെ നമുക്ക് കണ്ട് നല്ല പരിചയമാണ്, നമ്മുടെ വീടുകളിലൊക്കെ ധാരാളമുണ്ട്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും പഠിക്കാറില്ല. പക്ഷെ വ്യാസൻ അതിനെക്കുറിച്ച് ശരിക്കും പഠിച്ചു എന്നുള്ളതാണ്. ആ വേട്ടാളൻ മറ്റൊരു പുഴുവിനെ താനിരിക്കുന്ന കൂടിന്റെ ദ്വാരത്തിൽ കൊണ്ടുവന്ന് വയ്ക്കും. എവിടുന്നെങ്കിലും ഒരു പുഴുവിനെ ചെന്ന്, ഒരു ഈച്ച പോലെ, ഒരു മുഴുത്ത ഈച്ച പോലൊരു സാധനമാണ് ഈ വേട്ടാളൻ, അതിനെ ദ്വാരത്തിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് അതിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് താൻ ഭയങ്കരമായ ശബ്ദമുണ്ടാക്കി ഉള്ളിലിരിക്കുന്ന പുഴുവിനെ നേരെ നോക്കി ഊതാൻ തുടങ്ങും. ആ പുഴുവിന്റെ നേരെ ഭയങ്കര ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഊതിക്കൊണ്ടേയിരിക്കും. ഇത് കണ്ട് അകത്ത് കൊണ്ടുവച്ച ആ ചെറിയ കീടം, ആ പുഴു ഭയപ്പെട്ട് വേട്ടാളിനെ തന്നെ നോക്കിക്കൊണ്ട് അതിന്റെ വിചാരത്തോടുകൂടി, തന്റെ വിചാരം മുഴുവൻ വേട്ടാളിനാണ്. ഇങ്ങനെ കുറച്ചു ദിവസം കഴിയുമ്പോൾ ആ കീടത്തിന് വേട്ടാളന്റെ ആകൃതി തന്നെ വന്നേരും. ഇത് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയാത്തൊന്നും പഠിക്കാത്തൊന്നും നമുക്കറിയില്ലെന്നേ ഉള്ളൂ. ഋഷികവിമാർ ഇതിനെക്കുറിച്ചൊക്കെ, എന്തിനെക്കുറിച്ചാണ് അവർ പഠിക്കാത്തത്? പ്രകൃതിയിലെ എല്ലാത്തിനെ കുറിച്ചും. ഒരു പ്രാണിക്ക് അതിന്റെ സ്വരൂപത്തോടു കൂടി മറ്റൊരു സ്വരൂപമായി പരിണമിക്കാൻ മനോവിചാരമാണ് കാരണമായത്. മനസ്സിന്റെ വിചാരമാണ് ഒരു രൂപത്തെ മറ്റൊരു സ്വരൂപമാക്കി മാറ്റുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഈശ്വരധ്യാനത്തോടെ കഴിയുന്ന ഒരാൾക്ക് ഈ ദേഹത്തിൽ ഇരുന്നല്ലെങ്കിൽ പോലും, ദേഹനാശമുണ്ടായാൽ പോലും ആ ഈശ്വരഭാവത്തിലേക്ക് പോവില്ലേ? ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും ഈശ്വരനെ മാത്രം ചിന്തിച്ച് ധ്യാനിച്ച് മനസ്സ് അതിലേക്ക് ഉറപ്പിച്ച് എൻ്റെ മനസ്സ് ഈശ്വര ആകാരമായി മാറുമ്പോൾ ഈ ശരീരം ത്യജിച്ച് ഞാൻ ആരായിട്ട് തീരും? ഈശ്വരാംശമായിട്ട് മാറുക തന്നെ ചെയ്യും. ഇക്കാര്യം പഠിപ്പിക്കുന്നത് വേട്ടാളൻ കൂടിയാണ്. വേട്ടാളൻ ഒരു പുഴുവിനെ തൻ്റെ കൂടിൻ്റെ വാതക കൊണ്ടുവെക്കും. എന്നിട്ട് അവിടെ നിന്ന് ഭയങ്കര ശബ്ദമാക്കി ഊതി ഊതി അതിനെ പേടിപ്പിക്കും. അതിനൊറ്റ പേടി മാത്രമേ ഉള്ളൂ, ഈ വേട്ടാളിനെ മാത്രം. അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് കുറച്ച് ദിവസം കൊണ്ട് അത് വേട്ടാളിന്റെ സ്വരൂപത്തെ പ്രാപിക്കും. ഇതുപോലെ ഒരു ജീവിക്ക് ഇങ്ങനെ പറ്റുമെങ്കിൽ ഏതു ജീവജാലത്തിനും പറ്റും. മനുഷ്യന് പറ്റും. പക്ഷെ മനുഷ്യന്റെ ശരീരത്തെ, മനുഷ്യനെ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് മനസ്സ് ആകൃതിയിലായിട്ട് മാറും. അതുകൊണ്ട് നിരന്തരമായ ധ്യാനം കൊണ്ട് നിശ്ചയമായും എന്ത് ചെയ്യാം? സായുജ്യത്തെ, മോക്ഷത്തെ പ്രാപിക്കാൻ കഴിയും. ഏതേത് വസ്തുവിനെ ധ്യാനിച്ചിരിക്കുന്നുവോ മനസ്സ് ആ ആകാരത്തോടുകൂടി പരിണമിച്ച് അതായിത്തീരാൻ കഴിയും എന്നുള്ള ഒരു ശാസ്ത്ര സത്യത്തെ ഉദാഹരിച്ചുകൊണ്ട് ഇവിടെ ഈ വേട്ടാളന്റെ കഥ സമർത്ഥിക്കാം. കീടപേശഫ്കൃതം ധ്യായൻ കുഡ്യാം തേന പ്രവേശിതാം യാതിതത് സാമ്യതാം രാജൻ പൂർവരൂപമസന്ത്യജൻ. കീടപേശഫ്കൃതം ധ്യായൻ കുഡ്യാം തേന പ്രവേശിതാം യാതിതത് സാമ്യതാം രാജൻ പൂർവരൂപമസന്ത്യജൻ. ഏവം ഗുരുഭ്യേദേഭ്യ യേഷാമേ ശിക്ഷിതാമതി സ്വാത്മോപശിക്ഷിതാം ബുദ്ധിം ശൃണുമേ വദത പ്രഭോ. ഏവം ഇങ്ങനെ ഏതേഭ്യ ഗുരുഭ്യ, ഈ ഗുരുക്കന്മാരിൽ നിന്നും
ഏതേഭ്യ ഗുരുഭ്യ, ഈ ഗുരുക്കന്മാരിൽ നിന്നും ഏഷാമേ ശിക്ഷിതാമതി, പഠിപ്പിച്ചതാണ് എൻ്റെ ഈ ബുദ്ധി. യദു ചോദിച്ചതിന് മറുപടിയായിട്ട് പറയുകയാണ്, എൻ്റെ ഈ ബുദ്ധി എനിക്ക് ഗുരുക്കന്മാരിൽ നിന്നും ഞാൻ പഠിച്ചെടുത്തതാണ്. സ്വാത്മോപശിക്ഷിതാം, സ്വന്തം ദേഹത്തിൽ നിന്നും പഠിച്ച, സ്വാത്മ ഉപശിക്ഷിത, സ്വന്തം ആത്മാവിൽ നിന്നും പഠിച്ചെടുത്ത, സ്വാത്മോപശിക്ഷിതാം ബുദ്ധിം, ബുദ്ധിയെ, ശൃണു കേൾക്കൂ, മേ എന്നിൽ നിന്നും, വതത പ്രഭോ പറയാൻ പോകുന്ന എന്നിൽ നിന്നും. ഇത്രയും പറഞ്ഞിട്ട് ഇനി എനിക്ക് പറയാനുള്ളത്, ഞാൻ പഠിച്ച ഒരു പാഠവും പറഞ്ഞ് ഉപസംഹരിക്കാം. എന്താണ്? എൻ്റെ ദേഹത്തിൽ നിന്ന് ഞാൻ പാഠം പഠിച്ചു. ഈ ദേഹം എനിക്ക് ഗുരുവായി. ഇതാണ് ഒടുവിൽ പറഞ്ഞ് ഉപസംഹരിക്കുന്നത്. സ്വാത്മോപശിക്ഷിതാം ബുദ്ധിം, തൻ്റെ തന്നെ ആത്മസ്വരൂപത്തിൽ നിന്നും താൻ പഠിച്ചെടുത്ത ഒരു ബുദ്ധിയുണ്ട്. അത് ഞാൻ പറയാം, കേട്ടോളൂ. ഈ ഗുരുക്കന്മാരിൽ നിന്നുമാണ് ഇത്രയൊക്കെ ബുദ്ധി ഞാൻ പഠിച്ചത്. ഇനിയും എൻ്റെ ആത്മാവിൽ നിന്നും, എൻ്റെ ഈ ജീവാത്മസ്വരൂപമായ ശരീരത്തിൽ നിന്നും പഠിച്ച ഒരു പാഠം കൂടി ഞാൻ പറയാം, കേട്ടോളൂ. ഏവം ഗുരുഭ്യേദേഭ്യ ഏഷാമേ ശിക്ഷിതാമതി, സ്വാത്മോപശിക്ഷിതാം ബുദ്ധിം ശൃണുമേ വദത പ്രഭോ. ഏവം ഗുരുഭ്യേദേഭ്യ ഏഷാമേ ശിക്ഷിതാമതി, സ്വാത്മോപശിക്ഷിതാം ബുദ്ധിം ശൃണുമേ വദത പ്രഭോ. ദേഹോ ഗുരുർമമ വിരക്തി വിവേകഷു വിവേകഹേതും, ബഭ്രസ്മ സത്വനിധനം സതതാത്യുദർക്കം, തത്വജ്ഞനേന വിമർശാമി യഥാ തഥാപി, പാരക്യമിത്യവസ്തു വിചരമ്യസംഗം. ദേഹോ ഗുരുർമമ, ദേഹം എൻ്റെ ഗുരുവാണ്. വിരക്തി വിവേക ഹേതു, വിരക്തിക്കും വിവേകത്തിനും കാരണമായ ഈ ശരീരം എൻ്റെ ഗുരുവാണ്. ബിഭ്രസ്മ ധരിക്കുന്നു, സത്വനിധനം സതതാർത്യുദർക്കം, സത്വനിധനം സത്വത്തിൻ്റെയും നിധനത്തിൻ്റെയും രൂപത്തെ വഹിച്ചുകൊണ്ടിരിക്കുന്നതായ ഉണ്ടാകലും നശിക്കലും, ജനന മരണങ്ങൾ, ആ രണ്ട് രൂപത്തെ, സത്വനിധാനം, നിധാനം നാശം, അതിനെ രണ്ടിനെയും വഹിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ ശരീരം എനിക്ക് ഗുരുവാണ്. എങ്ങനെയെന്നാൽ പതതാർത്യുദക്കം തത്വജ്ഞനേന വിമർശാമി യഥാ തഥാപി. എപ്രകാരമാണോ തത്വങ്ങളെ ഈ ശരീരത്തിന്റെ സഹായം കൊണ്ട് ഞാൻ അന്വേഷിക്കുന്നു, വിമർശിക്കുന്നു, പഠിക്കുന്നു. തത്വാനി അനേന വിമർശാമി യഥാ തഥാപി, അങ്ങനെ പാരക്യമിത്യവഫിതോ, അന്യസ്വത്താണെന്ന് അവഫിത നിശ്ചയിച്ചിട്ട്, അസംഗ ഒരു ചേർച്ചയുമില്ലാതെ, വിചരാമി ഞാൻ സഞ്ചരിച്ചു പോകുന്നു. ഈ ദേഹം എനിക്ക് ഗുരുവായിത്തീരുന്നു. വിഷയത്തിനോടുള്ള വൈരാഗ്യവും അതേപോലെ വിവേകത്തിനും കാരണം ഈ ശരീരമാണ്, ഈ ആത്മസ്വരൂപമാണ്. ജീവാത്മസ്വരൂപമായ ഈ ശരീരമാണ് എനിക്ക് വിരക്തി ഉണ്ടാക്കി തന്നത്. മതി 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 എന്ന് നിശ്ചയിക്കാൻ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ആത്മാവും കാരണമാണ്. അതെവിടെ ഇരിക്കുന്നു? ശരീരത്തിൽ. അപ്പൊ ഈ ശരീരമാണ് വിരക്തി ഉണ്ടാകാനും ഇത് നശിക്കുന്ന വസ്തുവാണ്,
ഇത് അനശ്വരമായ വസ്തുവാണ് എന്നുള്ള വിവേകം ഉണ്ടാക്കി തരാൻ, ഇതാണ് വിവേകം. ഇത് രണ്ടുമുള്ള വിരക്തി വിവേക ഹേതുവാണ്. എല്ലാത്തിനോടും മതി 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 എന്നുള്ള ഒരു മനോഭാവം ഉണ്ടാക്കി അതിനെ ത്യജിക്കാൻ പറ്റുക, അതാണ് വൈരാഗ്യം, വിരക്തി. വിവേകം നല്ലതും ചീത്തയും, ഉള്ളതും ഇല്ലാത്തതും, സത്തായ വസ്തുവും അസത്തായ വസ്തുവും തമ്മിൽ ഒരു തിരിച്ചറിവ്, അതാണ് വിവേകം. ഇത് രണ്ടിനും ഹേതുവായിരിക്കുന്ന തത്വനിധനങ്ങളോട് കൂടിയ ഉണ്ടാകലും നശിക്കലും കാരണമായിരിക്കുന്ന പതത ആർത്തിയുതർക്കം എല്ലായ്പ്പോഴും ദുഃഖത്തെ മേൽക്കുമേൽ തരുന്നതും, ആർത്തി ദുഃഖം, ഉദർക്കം മുകളിൽ മേൽ എല്ലായ്പ്പോഴും സതതമായും ആർത്തിയുതർക്കം ആർത്തിയെ ദുഃഖത്തെ എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നതും ഉണ്ടാകലും ഇല്ലായ്മയും കാരണമായി തീരുന്നതുമായ ഞാൻ കൊണ്ടു നടക്കുന്ന ഈ ദേഹം എനിക്ക് ഒരു ഗുരുവാണ്. ദേഹത്തിന്റെ വിശേഷങ്ങളാണ് ഈ പറഞ്ഞൊക്കെ. വിരക്തി വിവേക ഹേതുവാണ്, സത്വനിധനമാണ്, സതത ആർത്തിയുദർക്കമാണ്. അങ്ങനെയുള്ള ദേഹം ബിഭ്രസ്മ ഭരിച്ചുകൊണ്ടേയിരിക്കുന്നു ഞാൻ. തത്വാനി, തത്വങ്ങളെ അനീന വിമർശമാണ്. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ വിമർശിക്കുന്നത് ഓരോ തത്വങ്ങളെയും. എനിക്ക് ബുദ്ധിക്കും മനസ്സിനും ഒക്കെ ഒരു ഇരിപ്പിടമാണ്, ഒരു വീടാണ് ഈ ശരീരം. ശരീരം ഉണ്ടെങ്കിൽ ഇവരെവിടെ ഇരിക്കും? ബുദ്ധിയും മനസ്സും ആത്മാവും ഒക്കെ ഉണ്ട്, എവിടെ അവരിയ്ക്കേണ്ടത്? അവർക്ക് ഇരിക്കാൻ ഇരിപ്പിടമാണ് എൻ്റെ ഈ ശരീരം. അതുകൊണ്ട് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് വിമർശിക്കുന്നത്. അതേപോലെ പാരക്യമാണെന്ന്, ഇതൊക്കെ അന്യസ്വത്താണെന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും എന്റേതല്ല, ഇതെന്നമമ എന്നിങ്ങനെ ഇതൊക്കെ ഇതിനോടുള്ള ശരീരത്തെ സ്നേഹിക്കരുത് എന്ന് ഈ ശരീരം തന്നെ എനിക്ക് ഉപദേശിക്കുകയാണ്. കാരണം ഇത് പാരക്യമാണ്, മറ്റുള്ളതിൻ്റെതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ വിരക്തി പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഈ ദേഹം എനിക്ക് ഗുരുവായി ഭവിച്ചത്. വിവേകമുള്ളവർക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. തത്വചിന്ത കൊണ്ട് ദേഹം നശിക്കും. നശിക്കാത്ത വസ്തു ദേഹത്തിൽ വീക്ഷണമായിരിക്കുന്ന ആത്മചൈതന്യമാണ് എന്ന് വിവേകത്തോടെ അറിഞ്ഞ് അതിനൊരു ഉപകരണമാണ് ശരീരം എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് താമസിക്കാനുള്ള ഒരാസ്ഥാനമാണ് വീട്. അപ്പൊ വീട് എന്ത് ചെയ്യണം? വെടിപ്പാക്കി വൃത്തിയാക്കി അടിച്ച് തളിച്ച് തൂത്ത് നല്ല സുന്ദരമാക്കി സൂക്ഷിച്ചെങ്കിൽ മാത്രമേ എനിക്ക് അതിനകത്ത് ഇരിക്കാൻ പറ്റുള്ളൂ. ആത്മാവിന് ഇരിക്കാൻ പറ്റുന്ന ശരീരമാണ് ഈ ദേഹം. അപ്പൊ ഇനി എന്ത് ചെയ്യണം? തുടച്ച് വൃത്തിയാക്കി ചെടി പറ്റാതെ സൂക്ഷിച്ചു കൊണ്ടുപോകേണ്ടത് നമ്മുടെ കടമയാണ് എന്ന് ഈ ദേഹം എന്നെ പഠിപ്പിച്ചു. അങ്ങനെ ഈ ദേഹം ആരായി? ഗുരുവായി. അതുകൊണ്ട് അങ്ങനെ ഒരു ജീവിതത്തിൽ ഏതു പാഠങ്ങളും പഠിപ്പിച്ചു തരാനുള്ള ഗുരുവാണിത് എങ്കിലും ഈ ശരീരം നശിച്ചു പോകുന്നതാണ്. ഒന്നുകിൽ അഗ്നിയിൽ ഇരയാക്കും, അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചിടും, അല്ലെങ്കിൽ കഴുകനോ കുറുക്കനോ ഒക്കെ ഭക്ഷണമാക്കി മാറ്റും. അങ്ങനെ വന്നാൽ ഇത് അന്യന്റെ മുതലാണ് എന്ന് ഉറപ്പിച്ചോളൂ. ഇതെന്റേതല്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മറ്റൊരാൾക്ക് ഭക്ഷണമാകുന്നത്, മറ്റൊന്നിലേക്ക് ലയിപ്പിക്കുന്നത്. ഇത് നിശ്ചയിച്ചുകൊണ്ട് ആസക്തിയില്ലാതെ ഞാൻ ഇപ്പോഴും സഞ്ചരിക്കുന്നത് ഏറ്റവും ഒടുവിൽ എന്നെ ഈ സൽപാഠങ്ങൾ പഠിപ്പിച്ച എൻ്റെ ഗുരുവാണ് ശരീരം എന്ന്, ഈ ദേഹം ഗുരുവാണെന്ന് സ്ഥാപിക്കാൻ പുറപ്പെടുക. ദേഹോ ഗുരുർമമ വിരക്തി വിവേകഹേതും ബിഭ്രസ്മത സത്വനിധനം സതതാത്യുദർക്കം തത്വന്യനേന വിമർശാമി യഥാ തഥാഭിവാരക്യമിത്യവസിതോ വിചരാമ്യസംഗം. ദേഹോ ഗുരുർമമ വിരക്തി വിവേകഹേതും
ബിഭ്രസ്മസത്വനിധനം ഫതദാത്യുദകം തത്വജ്ഞനേന വിമർശാമി യഥാ തഥാപി പാരക്യമിത്യവസിതോ വിചരമ്യഭംഗാം ദേഹോ ഗുരുർമമ വിരക്തി വിവേകഹേതു ബിഭ്രസ്മ സത്വനിധനം ഫതദാത്യുദകം തത്വജ്ഞനേന വിമർശാമി യഥാ തഥാപി പാരക്യമിത്യവസിതോ വിചരാമ്യഭംഗാം ജായത്മജാത്ഥപശുഭൃത്യഗൃഹാപ്തവർഗൻ പുഷ്ണാദിയത്രിയചികീർഷുതയാ വിതന്വൻ സ്വാന്തേ ഫകൃദേഹ സൃഷ്ട്വാസ്യ ബീജമവസീതി വൃക്ഷധർമാം ജായ ആത്മജ അർത്ഥ പശു ഭൃത്യ ഗൃഹ ആപ്തവർഗാൻ പുഷ്ണാതി. ഈ ദേഹം പാരക്യമാണ്. ദുഃഖാദികളുടെ അനുഭവം അടിക്കടി നിരന്തരം വന്നുകൊണ്ടേയിരിക്കുന്നതാണ് എന്ന് എങ്ങനെ സ്ഥാപിക്കാം എന്ന് പുറപ്പെടുകയാണ്. ദേഹം സുഖം തരുന്നുള്ള വിചാരത്തോടു കൂടിയാണ് ജായ ഭാര്യ, ആത്മജൻ പുത്രൻ, അർത്ഥം ധനം, പശുക്കൾ ഭൃത്യന്മാർ, വീട്, ആപ്തവർഗങ്ങൾ ബന്ധുക്കൾ, ആപ്തന്മാർ ബന്ധുക്കൾ, ഇവരെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നത്, അവർക്ക് വേണ്ടി ചിലവ് ചെയ്യുന്നത്, അവർക്ക് വേണ്ടി എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചു കൊടുത്ത് സമ്പാദിക്കുമ്പോഴൊക്കെയും അവരിൽ നിന്ന് തൽക്കാലം കിട്ടുന്നത് ഒരു സുഖമാണെന്ന് വിചാരിക്കുകയാണെങ്കിലും അത് ഒരു ദുഃഖമായി മാത്രമേ പരിണമിക്കുള്ളൂ. അവര് തങ്ങളെ സ്നേഹിക്കുന്നത് അപ്പോഴുള്ള കാര്യങ്ങൾ നിവർത്തി കിട്ടാൻ വേണ്ടി മാത്രമുള്ളൊരു അധ്വാനമാണ്, ഉപകരണമാണ്. ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ട് നശിക്കുന്നതാണ് ഈ ശരീരം. ദുഃഖത്തിന് കാരണമായി ശരീരം നശിക്കുന്നതോടുകൂടി എല്ലാ ദുഃഖവും തീരും എന്ന് സന്തോഷിക്കാൻ പറ്റുമോ? അതുമില്ല. എന്താ കാരണം? ഇതിലും താണതായിട്ടോ ഉയർന്നതായിട്ടോ ഉള്ള എത്രയെങ്കിലും ദേഹം ഉണ്ടാവാൻ കാരണമായിരിക്കുന്ന പുണ്യപാപങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഇനിയും ഉണ്ടാവാനുള്ള വിത്തുകൾ ജനിപ്പിച്ച ശേഷം നശിക്കുന്നതായാൽ മാത്രമേ വൃക്ഷത്തെ പോലെയാണ് ദേഹം വിത്തറ്റു പോവാൻ വിഷമമാണ്. ആ ദേഹത്തിന്റെ ഒരു സ്വരൂപം, അതിൻ്റെ ജന്മം, അതിൻ്റെ നിലനിൽപ്പ്, അത് ധരിച്ചു കൊണ്ടുപോകാനുള്ള വൈഷമ്യം, ഇതൊക്കെ മനോഹരമായി നമ്മുടെ മുമ്പിൽ എത്തിക്കാൻ അപ്പോഴേ ദേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ചിന്ത ആഹാരം, വിശപ്പ്, അതുപോലെ ഭക്ഷണം, ഉറക്കം, ഇതൊക്കെ ഉള്ളൂ ശരീരത്തിന്റെ കാര്യം എന്നാണ്. ഇതൊക്കെ അപ്പുറത്ത് ഈ ശരീരം അധ്വാനിക്കാൻ വേണ്ടിയുള്ളതാണ്. എന്തിനാണ് അധ്വാനിക്കുന്നത്? സമ്പത്തുണ്ടാക്കാൻ. എന്തിനാണ് സമ്പത്തുണ്ടാക്കുന്നത്? ജീവിക്കാൻ. ഇത് എങ്ങനെ ചെലവഴിക്കാൻ പറ്റും? ഭാര്യയ്ക്ക്, പുത്രന്മാർക്ക്, വീടുണ്ടാക്കാന്, എന്താണ് ബന്ധുക്കൾക്ക്, അതുപോലെ മൃഗങ്ങൾ, നമ്മൾ നട്ടുവളർത്തുന്ന വൃക്ഷങ്ങൾ, മൃഗങ്ങൾ, പശു, പക്ഷിയാദികൾ, ഇവർക്കെല്ലാം വേണ്ടിയിട്ട് അവരെയൊക്കെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഊണില്ലാതെ ഉറക്കമില്ലാതെ മറ്റാരുടെയെങ്കിലും സേവനം പ്രത്യേകമൊക്കെ ചെയ്ത് മറ്റാരുടെയെങ്കിലും ചീത്തയും വഴക്കും ഒക്കെ കേട്ട് കഷ്ടപ്പെടുന്ന മുഴുവൻ ഇതിനു വേണ്ടിയിട്ടാണ്. പക്ഷേ അങ്ങനെ കഷ്ടപ്പെടാനുള്ള ഉപകരണമായി ഈ ശരീരം നിലനിൽക്കില്ല. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും എന്ത് ചെയ്യും? ഇത് വീണു പോകാനുള്ളതാണ്. പ്രിയ ചികിത്സതയാവിതന്മൻ, അവരോടുള്ള പ്രിയം കൊണ്ടാണ് ഇതൊക്കെ ചെയ്തു വെക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്വാന്തേ, ഉള്ളിൽ ഒരിക്കലെങ്കിലും ഉള്ളിൽ സകൃച്ഛ്രം അവരുദ്ധധന, വളരെ ഖേദത്തോടെ, കൃച്ഛ്രം വെച്ചാൽ സങ്കടത്തോടെ, വിഷമത്തോടെ, സകൃച്ഛ്രം സങ്കടത്തോടു കൂടി, അവരുദ്ധധന ഉള്ളിൽ സങ്കടത്തോടു കൂടി, ഉള്ളിൽ വിഷമത്തോടു കൂടി, എന്താണ്
ഉണ്ടാക്കി എടുക്കുന്ന ഈ ധനങ്ങൾ എല്ലാം, സമ്പാദിക്കപ്പെട്ട ഈ ധനം മുഴുവൻ, അവരുദ്ധ ധനഹ, അത് മുഴുവൻ സ്വദേഹ സൃഷ്ട്വാസ്യ, ഈ ദേഹത്തെ സൃഷ്ടിച്ചിട്ട് അസ്യ ബീജം അവഫീദതി വൃക്ഷധനം. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഞാൻ മരിച്ചാൽ ഈ ദുഃഖമെല്ലാം തീരുമല്ലോ, എനിക്ക് സ്വസ്ഥമായിട്ട് പോകാൻ പറ്റും എന്ന് വിചാരിച്ചാൽ എന്നിൽ നിന്നും ഉണ്ടാകുന്ന അടുത്ത ഒരു സന്താനം, അവരിലേക്ക് ഇതെല്ലാം സംക്രമിപ്പിച്ചിട്ടാണ് പോവുക. ഞാൻ പുത്രനെ കൂടി പിന്നെയും ഞാൻ നിലനിൽക്കുകയാണ്. ആത്മാവായി പുത്രനാമാഫിന്ന് വേദങ്ങളൊക്കെ പറയും. അപ്പൊ അത് പിന്നെയും നിലനിൽക്കുകയാണ്. ആ ബീജം പിന്നെയും നിൽക്കും, അടുത്ത തലമുറയിലേക്ക് പിന്നെയും വരും. അങ്ങനെ സംക്രമിച്ചു പോകും. വൃക്ഷം പോലെ ഒരു വൃക്ഷം നശിച്ചാൽ അതിൻ്റെ ബീജം കൊണ്ട് അടുത്ത വൃക്ഷം ഉണ്ടാകും, അത് നശിച്ചാൽ അതിൻ്റെ ബീജം കൊണ്ട് മറ്റു വൃക്ഷം ഉണ്ടാകും. ഇതിങ്ങനെ എന്താണ് നിരന്തരമായ പ്രക്രിയയായിട്ട് മാറും. അതുകൊണ്ട് ഈ ദേഹം എന്നെ പഠിപ്പിക്കുന്നത് വിരക്തിയും വിവേകവും ഉണ്ടാക്കിയെടുക്കണം എന്ന 2 പാഠം. അത് പഠിക്കുന്നില്ലെങ്കിൽ ഈ ശരീരം താങ്ങിക്കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. 60, 70, 80, 90 കിലോ ഒക്കെയുള്ള ഈ ശരീരം വഹിച്ച് കഷ്ടപ്പെട്ടാണ് കൊണ്ട് നടക്കുക. ഒരു ദിക്കിൽ നിന്ന് മറ്റു ദിക്കിലേക്ക് ഒന്ന് കൊണ്ടുപോകാൻ എന്ത് പാടുപെടും. അതെങ്കിലൊക്കെ സഹായത്തോടെയാണ് ചിലപ്പോൾ ഒരിടത്ത് മറ്റൊരിടത്തേക്ക് നീങ്ങുന്നത്. അങ്ങനെയുള്ള ഈ ശരീരം എന്നെ പഠിപ്പിച്ചത് ഇത് കഷ്ടപ്പാടുകളും വിഷമതകളും അനുഭവിക്കാനുള്ളതാണ്. മറ്റുള്ളവരുടെയൊക്കെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചു കഴിയും. അങ്ങനെ കഴിഞ്ഞാൽ അവസാനം ദുഃഖം മാത്രമാണ് അവശേഷിക്കുന്നത്. അത് എന്നോടുകൂടി അത് തീരും എന്നൊക്കെ വിചാരിച്ചാൽ അതുമില്ല. തലമുറകളായി ഇതിങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിനു മുമ്പ്, ഈ ശരീരം വിട്ടു പോകുന്നതിന് മുമ്പ് വിരക്തി സമ്പാദിച്ച് വിവേകം നേടി ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചാൽ ആ ബീജം ഉണങ്ങി വരണ്ട് പിന്നെ കിളിർക്കാതെ പോകും. അല്ലെങ്കിൽ പിന്നെയും അത് കിളിർത്തുകൊണ്ടേയിരിക്കും. ജായാത്മജാർത്ഥപശുഭൃത്യഗൃഹാപ്തവർഗൻ പുഷ്ണാദിയത്രിയചീറുഷതയാ വിതന്വൻ സ്വാന്തേ ഫകൃത്സ്നം അവരുദ്ധധനഫദേഹ സൃഷ്ട്വാസ്യ ബീജം അവഫീദതി വൃക്ഷധർമാം. ജായാത്മജാർത്ഥപശുഭൃത്യഗൃഹാപ്തവർഗൻ പുഷ്ണാദിയത്രിയചീർഷുതയാ വിതന്വൻ സ്വാന്തേ ഫകൃത്സ്നം അവരുദ്ധധനഫദേഹ സൃഷ്ട്വാസ്യ ബീജം അവഫീദതി വൃക്ഷധർമാം. ജായാത്മജാർത്ഥപശുഭൃത്യഗൃഹാപ്തവർഗൻ പുഷ്ണാദിയത്രിയചീർഷുതയാ വിതന്വൻ സ്വാന്തേ ഫകൃത്സ്നം അവരുദ്ധധനഫദേഹ സൃഷ്ട്വാസ്യ ബീജം അവഫീദതി വൃക്ഷധർമാം. ജിഹ്വൈകതോ അമുപകർഷതി അമുമപകർഷതി ശിഷ്ണോന്യതസ്തുദരം ശ്രവണം കുതശ്ചിൻ ഘ്രാണോന്യതശ്ചപലദൃ ക്വചകർമ്മശക്തീൻ ശക്തിർബഹ്വ്യ സപത്നൈവ ഏകപതിം ലുനന്തി. ഇനിയും ശരീരത്തിന് മറ്റൊരു വലിയ വൈഷമ്യം പറയാം. ജിഹ്വ ഏകതോ അമും അപകർഷതി. ജിഹ്വ ഏകതഃ ഒരിടത്തിരുന്ന് അമും ഈ ശരീരത്തെ അപകർഷതി പിടിച്ചു വലിക്കുന്നു. ഈ ദേഹം എനിക്ക് സുഖം തരാനുള്ളതല്ലേ എന്ന് ചോദിക്കാം. ദുഃഖത്തിന് കാരണമാണെന്ന് പറഞ്ഞു വെച്ചപ്പോ തിരിച്ചു ചോദിക്കാം. ദുഃഖം മാത്രമല്ല, എനിക്ക് സുഖങ്ങൾ തരുന്നില്ലേ ഈ ശരീരം? അതെ, ഉണ്ട്. അതുകൊണ്ടാണ് വിഷയസുഖങ്ങൾ ധാരാളം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ വിഷയസുഖം അനുഭവിക്കുമ്പോൾ ഈ ജന്മത്തെ നിന്ദിക്കുന്നത് ശരിയല്ലല്ലോ. ഈ ജന്മം ശ്രേഷ്ഠമല്ലേ, ഉത്കൃഷ്ടമല്ലേ? ഇത്ര സുഖം വേറെ എവിടുന്നാണ് കിട്ടുക? എങ്ങനെയുള്ള കുറേ കാര്യം കൂടി ഒന്ന് ആലോചിക്കേണ്ടതില്ലേ എന്ന് ആരെങ്കിലും ഒരാശങ്ക പ്രകടിപ്പിച്ചാൽ അതിന്റെ മറുപടിയാണ് ഈ ശ്ലോകം. ശരിയാണ്, എല്ലാത്തരം സുഖവും തരുന്നതും ശരീരമാണ്.
ദുഃഖം മാത്രമല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ തരുന്ന ഓരോ സുഖങ്ങളും അനുഭവിച്ചു കഴിയുമ്പോൾ ദുഃഖമായി പരിണമിപ്പിച്ചു മാറ്റുന്നു നമ്മൾ. തരുന്നുണ്ട്, പക്ഷെ എന്നെ എന്താക്കി മാറ്റുന്നു? അപ്പൊ ആത്യന്തിക ഫലം എന്ത് തന്നെയാണ്? ദുഃഖമാണ്. ഏത് സുഖത്തിന്റെയും ആത്യന്തിക ഫലം ദുഃഖമാണ്. ഓരോരോ ഇന്ദ്രിയവും എന്താണ് അതാതിന്റെ സ്വഭാവത്തെ ഒന്ന് വിശദീകരിച്ചാൽ അതുകൊണ്ട് തൽക്കാലം തൃപ്തിപ്പെടുമെന്ന് തോന്നുമെങ്കിലും വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ കടന്നു പോകും. ഉദാഹരണത്തിന് നാവ് ഭക്ഷണ പദാർത്ഥങ്ങൾ ആവശ്യപ്പെടും. നാവ് സ്വാദുള്ള ഭക്ഷണം ഇന്നിടത്തുനിന്ന് കഴിച്ചു, അപ്പൊ നാവ് ആവശ്യപ്പെടും നാളെയും അവിടെ തന്നെ പോയി അത് കഴിക്കാൻ. അപ്പൊ നാളെ കാറ് വിളിച്ചും വണ്ടി വിളിച്ചും ഒക്കെ എന്താണ് കഷ്ടപ്പെട്ടും ആ സ്ഥലത്ത് ചെന്ന് ആ സ്വാദുള്ള ഭക്ഷണം കഴിക്കാൻ നമ്മെ ഓടിക്കും. ഈ ശരീരത്തെ നാവാണ് പല ദിക്കിലേക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. രുചിഭേദങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നാവ് പറയുന്ന പോലാണ് അതുപോലെ ഈ ശരീരം പോകുന്നത്. അപ്പൊ നാവ് ജിഹ്വ ഏകത്തോ ഒരിടത്തിരുന്നു കൊണ്ട് എന്നെ ഇങ്ങനെ എന്ത് ചെയ്യാൻ? അപകർഷത്തി വലിക്കാൻ. ഒരു മധുരത്തിൽ ചെന്നിരുന്നിട്ട് നമ്മളെ എന്ത് ചെയ്യും? വലിച്ച് അവിടേക്ക് കൊണ്ടുപോകും. ഇനിയല്ല, ഒരു പുളിയുടെ രസത്തിൽ പോയിരുന്ന് നമ്മളെ വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ നമ്മള് നാവിന്റെ രസത്തിനനുസരിച്ച് ഓടി നടക്കല്ലേ ചെയ്യുക. ഈ നാവ് രുചി തരുന്ന സുഖമാണ്, ശരിയാണ്. പക്ഷെ അതിന്റെ കഷ്ടത എന്ന് ഓർത്ത് നോക്കൂ. എന്തുമാത്രം വിഷമതകളും ത്യാഗവും കഷ്ടതയും സഹിച്ചാണ് ഇത് അനുഭവിക്കാൻ പോകുന്നത്. ജിഹ്വൈകതോ അമും അപകർഷതി കർഹ്യതർഷ. ഇനി കർഹി ചിലയിടത്ത് ദാഹം കൊണ്ടാണ്. തർഷാന്ത ദാഹം. ചിലത്ത് ദാഹം കൊണ്ടാണ് ഓടുന്നത് അല്ലെ? ദാഹിക്കുമ്പം ഏതെങ്കിലും വെള്ളം കിട്ടിയാൽ ദാഹം തീരും. പക്ഷെ നമുക്കതില്ലല്ലോ. ഇന്ന ജ്യൂസ്, ഇന്ന ഷെയ്ക്ക്, ഇന്ന പോലെയുള്ള ഫ്രഷ് ജ്യൂസ് കിട്ടിയെങ്കിൽ മാത്രമേ എന്റെ ദാഹം തീരുള്ളൂ. ഓടി നടക്കുകയാണ് അതിനു വേണ്ടി. എത്ര കടയിൽ, എത്ര ഇടത്ത്, എത്ര കാശ് കളഞ്ഞ്, എത്ര കഷ്ടപ്പെട്ട് ഇത് പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അമിതമായ സുഖത്തിന് വേണ്ടിയിട്ടാണ്. ദാഹം തീരാൻ വെള്ളം മാത്രം മതി. ഏത് വെള്ളം കുടിച്ചാലും ദാഹം തീരും. പക്ഷേ എന്താണ്? ഏകതോ അമും ഉപകർഷതി തർഷ. ഈ തൃട്ട് ഒരിടത്തിരുന്നു കൊണ്ട് നമ്മളെ വലിച്ചു കൊണ്ടുപോകാണ്. ശിഷ്ണോന്യത. ഇനിയും എന്താണ്? ജനനേന്ദ്രിയം. അത് എന്താണ്? ഒരിടത്തിരുന്നു കൊണ്ട് ആകർഷിക്കാണ് മറ്റുള്ളവരെയൊക്കെ നമ്മിലേക്ക്, നമ്മൾ മറ്റുള്ളവരിലേക്ക്. ഇന്നത്തെ ഏറ്റവും വലിയൊരു സുഖദുഃഖങ്ങൾക്ക് കാരണം അതാണ്. തൽക്കാലം സുഖമെന്ന് തോന്നും, പക്ഷെ എന്തായിട്ട് പരിണമിക്കും? അത് ദുഃഖമായി തന്നെ. വിരക്തി വന്നില്ലെങ്കിൽ. വിരക്തി വന്നാൽ കുഴപ്പമില്ല. ഏത് സുഖത്തിനും എന്തുണ്ടാകണം? വിരക്തി വേണം. ഇത് ഈ കാമസുഖം അനുഭവിക്കാൻ എത്രയായാലും മതി. ജീവന്റെ അവസാന നിമിഷം വരെയും ഇത് അനുഭവിച്ചുകൊണ്ടേയിരിക്കാനുള്ള ഒരു തൃഷ്ണ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഈ ശിഷ്ണം അല്ലെങ്കിൽ എന്താണ് ഈ ലിംഗങ്ങൾ ഒരിടത്തിരുന്നു കൊണ്ട് നമ്മെ എന്ത് ചെയ്യുന്നു? അപകർഷതി, നമ്മെ വലിച്ചു മാറ്റുന്നു. അപ്പം ഇന്ദ്രിയമാകുന്ന സമർത്ഥമായൊരു വിഷയത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഉണ്ടാകാവുന്ന മറ്റു വൈഷമ്യങ്ങളൊന്നും എന്ത് ചെയ്യാറില്ല, ചിന്തിക്കാറില്ല. ഇനിയും ത്വഗ്, ഉദരം, ശ്രവണം, കുതശ്ചിത്, ത്വക്ക്, ത്വരി, അതുകൊണ്ട് കിട്ടുന്ന അനുഭവം എന്താണ്? നല്ല മിനുമിനിപ്പുള്ള സ്പർശസുഖമാണ്. ആ സ്പർശസുഖം അനുഭവിക്കാൻ വേണ്ടി ത്വക്കിനെ എന്തൊക്കെയാണോ ഇന്ന് ചെയ്തു വെക്കുക, സ്വാഭാവികമായ എല്ലാം കളഞ്ഞിട്ട് എത്ര കൃത്രിമങ്ങളായ അനുഭൂതികളെ ഉണ്ടാക്കിയെടുക്കും. അതെല്ലാം കുറച്ചു ദിവസം കഴിയുമ്പോൾ ദുഃഖത്തിലെ പര്യവസാനിക്കുള്ളൂ. ഉദരവും അങ്ങനെയാണ്, ശ്രവണവും അങ്ങനെയാണ്, ഘ്രാണവും അങ്ങനെയാണ്. ഘ്രാണവും അന്യത ചപര ദൃക് ക്വച കർമ്മശക്തി. ചപരമായ ദൃക്കും അങ്ങനെയാണ്, ചഞ്ചലമായ കണ്ണും ദൃഷ്ടിയും അങ്ങനെയാണ്.
കർമ്മശക്തി, കർമ്മേന്ദ്രിയങ്ങളും അങ്ങനെയാണ്. നോക്കൂ, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങളും ബഹ്വ്യ, ഇവരെല്ലാം ധാരാളം ഫപത്നൈവ, ഫപത്നിമാരെ പോലാണ്. ഗേഹപതിം ലുനന്തി, ഗേഹപതിയെ ലുനന്തി ഉപദ്രവിക്കുന്നു, പീഡിപ്പിക്കുന്നു. ഒത്തിരി പത്നിമാരുള്ള ഒരാൾ അനുഭവിക്കുന്ന ഒരു ഖേദം പോലാണ് ഈ 10 ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഒരു ജീവൻ അനുഭവിക്കുന്നത്. ഒരു പത്നി ഇങ്ങോട്ട് വിളിക്കുമ്പോൾ മറ്റൊരു പത്നി അങ്ങോട്ട് വിളിക്കും. നാവ് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ചെവി അങ്ങോട്ട്. അപ്പം എന്താണ്? ജനനേന്ദ്രിയം മറ്റു വഴിയിലേക്ക്, മൂക്ക് വേറൊരു വഴിയിലേക്ക്. ഇങ്ങനെ ഒത്തിരി പത്നിമാരുള്ള ഒരു ഗൃഹസ്ഥൻ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, ഇവരെ ഓരോരുത്തരെയും പത്നിമാരായിട്ട് ഭാവന ചെയ്തിട്ട് ആ പത്നിമാർ ഒരാളെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? അനുഭവിക്കാനുള്ള വ്യഗ്രത കാണിക്കുന്നത്. അപ്പൊ ഇയാൾ എന്ത് കഷ്ടപ്പെടേണ്ടി വരും? ഇത്രയും പേരെ സന്തോഷിപ്പിക്കണ്ടേ? അതിനുവേണ്ടി ഇയാൾ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെക്കും. ഇതിൽ നിന്ന് കിട്ടുന്ന സന്തോഷമാണ്, സുഖമാണ്. പക്ഷെ അത് താൽക്കാലികമാണെന്ന് മാത്രമല്ല, ഏറ്റവും വലിയ അപകടകരമായ ലാഭത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുകയാണ് എന്ന് ഒന്ന് പഠിപ്പിച്ചത് ഈ ശരീരമാണ്. അങ്ങനെ ഈ ശരീരം എന്താണ്? ഒരു ഗുരുവാണ്. വിരക്തിയും വൈരാഗ്യവും ഉണ്ടാക്കിയെടുക്കണം എന്നെ പഠിപ്പിച്ച ഗുരുവാണ് എൻ്റെ ഈ ശരീരം. ജിഹ്വൈകതോമും അപകർഷതി ഗർഹിതർഷാം ശിഷ്ണുന്യതസ്തുകുദരം ശ്രവണം കുതശ്ചിൻ ഘ്രാണോന്യത സബലദൃക്വച കർമ്മശക്തൻ ബഹ്വ്യസ്വപത്നൈവ ഗേഹപതിം ലുനന്തീം. ജിഹ്വൈകതോമും അപകർഷതി ഗർഹിതർഷാം ശിഷ്ണുന്യതസ്തുകുദരം ശ്രവണം കുതശ്ചിൻ ഘ്രാണോന്യതശ്ചപലദൃക്വച കർമ്മശക്തൻ ബഹ്വ്യസ്വപത്നൈവ ഗേഹപതിം ലുനന്തീം. അപകർഷതി ഗർഹിതർഷാം ശിഷ്ണുന്യതസ്തുകുദരം ശ്രവണം കുതശ്ചിത് ഘ്രാണോന്യതശ്ചപലദൃക്വച കർമ്മശക്തൻ ബഹ്വ്യസ്വപത്നൈവ ഗേഹപതിം ലുനന്തി. ദൃഷ്ട്വാ പുരാണി വിവിധ അന്യജയാത്മശക്തിയാം വൃക്ഷാൻ സരീസൃപപശൂൻ ഭഗദം ശമൽഫ്യാൻ തൈസ്തൈരതുഷ്ടഹൃദയ പുരുഷം വിധായ ബ്രഹ്മാവലോകധിഷണം മുദമാപദേവാം. സൃഷ്ട്വാ പുരാണി, പുരങ്ങളെ സൃഷ്ടിച്ചിട്ട് ധാരാളം ദേഹങ്ങളെ, വീടുകളെ സൃഷ്ടിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് വിവിധാനി, വിവിധങ്ങളായ വീടുകൾ ഉണ്ടാക്കിയിട്ട് അജയ ആത്മശക്തിയ, അജയമായ തൻ്റെ ആത്മശക്തി കൊണ്ട്, ജയിക്കാനാവാത്ത തൻ്റെ ആത്മശക്തി കൊണ്ട് വൃക്ഷാൻ സരീസൃപ പശൂൻ ഖഗദംശമൽഫ്യാൻ, വൃക്ഷങ്ങളെ, മരങ്ങളെ, സരീസൃപ പശൂൻ, സരീസൃപങ്ങൾ ഇഴഞ്ഞു നടക്കുന്നവകൾ, പാമ്പുകൾ, പശൂൻ മൃഗങ്ങൾ, ഖഗദംശ മൽഫ്യൻ, ഖഗങ്ങൾ പക്ഷികൾ, ദംശങ്ങൾ ഈച്ച, കൊതുക്, മൂട്ട മുതലായവകൾ, മൽഫ്യാൻ മത്സ്യങ്ങൾ, വിവിധങ്ങളായ വീടുകളെ, ദേഹങ്ങളെ ഉണ്ടാക്കിയിട്ട് തൈഹി അതുഷ്ടഹൃദയ, ആ പുലങ്ങളെ കൊണ്ടൊന്നും സന്തോഷിക്കാത്ത ഹൃദയത്തോടു കൂടിയവനായി തീർന്ന പുരുഷം വിധായ, പുരുഷനെ സൃഷ്ടിച്ചിട്ട് ബ്രഹ്മാവലോകധിഷണം മുദമാപദേവാം, ബ്രഹ്മാവലോകത്തിനുള്ള ധിഷണയുള്ള, ബ്രഹ്മദർശനത്തിന് ചിന്തിക്കാൻ പറ്റ ബുദ്ധിയുള്ള ഒരു മനുഷ്യദേഹത്തെ സൃഷ്ടിച്ചിട്ട് സൃഷ്ടികർത്താവായ ദേവൻ സന്തോഷം പ്രാപിച്ചു. അജനായ ആ ബ്രഹ്മാവ് തൻ്റെ ആത്മശക്തി കൊണ്ടാണ് സൃഷ്ടി മുഴുവൻ നടത്തുക.
വൃക്ഷങ്ങളെ സൃഷ്ടിച്ചു, ഇഴജന്തുക്കളെ സൃഷ്ടിച്ചു, മൃഗങ്ങളെ സൃഷ്ടിച്ചു, പക്ഷികള്, ഈച്ച, കൊതുക് മുതലായവകൾ, മത്സ്യങ്ങൾ ഇവയൊക്കെ സൃഷ്ടിച്ചു. തൈഹി അതുഷ്ടഹൃദയ. ഇതുകൊണ്ടൊന്നും ഹൃദയത്തിന് സന്തോഷമുണ്ടായില്ല. ഇവരൊക്കെ സൃഷ്ടിച്ചിട്ടും മതിയായില്ല, മതിയായില്ല, മതിയായില്ല എന്ന് തോന്നുന്നു. അവസാനമാണ് ഒരു മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്തിനാണ് ഇങ്ങനെ സൃഷ്ടിച്ചത്? ഈശ്വരനെ കാണാനുള്ള ഒരു ബുദ്ധി ആർക്ക് കൊടുത്തു? മനുഷ്യന് കൊടുത്തു. മറ്റവർക്ക് ആർക്കും അതില്ല. ഇതിനെ സൃഷ്ടിച്ചപ്പോൾ ഹാവു വലിയ സന്തോഷമായി. ആർക്ക്? ബ്രഹ്മാവിന്. അപ്പൊ മനുഷ്യ സൃഷ്ടിയുടെ ഉദ്ദേശ്യം, ലക്ഷ്യം ബ്രഹ്മാവലോകന ധിഷണയാണ്. ബ്രഹ്മത്തെ അവലോകനം ചെയ്യുവാനുള്ള ധിഷണ, ബുദ്ധി അതാർക്കേ ഉള്ളൂ? അത് മനുഷ്യനേ ഉള്ളൂ. ഇത്ര ശ്രേഷ്ഠമായൊരു മനുഷ്യജന്മം കിട്ടിയിട്ട് അത് വളരെ വിഷമമാണ് കിട്ടാൻ. ജന്തുവിനാം നരജന്മ ദുർലഭം അധപുംസ്ത്വം. ജന്തുക്കൾക്ക് എത്ര ഈച്ചകളായും പൂച്ചകളായും പുഴുക്കളായും പല പല ജന്മം കഴിഞ്ഞു നേടി മനോജ്ഞമാമീ മാനുഷജന്മം എന്ന് പൂന്താനം പാടിപ്പോകുന്ന വെറുതെയല്ല. എത്ര ജന്മങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഏറ്റവും ഈശ്വര പൂജയ്ക്കായി ഉപയോഗിക്കാൻ പറ്റുന്ന ദേഹത്തോടുകൂടി എന്നെ സൃഷ്ടിച്ചത്. അപ്പൊ ഞാൻ നിസ്സാരമായ വിഷയാശകളുടെ പുറകെ പാഞ്ഞു നടക്കരുത്. അത് ഇതുവരെ സൃഷ്ടിച്ച ജീവജാലങ്ങൾക്കെല്ലാം ഉണ്ട്. അത് അനുഭവിച്ചറിഞ്ഞ മഹർഷിയാണ് സഹജീവികളോട് ഉപദേശിക്കുക. മനുഷ്യജന്മങ്ങൾ ഓരോരോ ജന്മത്തിന്റെ വിശേഷം അറിഞ്ഞവരാവണം. മഹാന്മാർക്ക് അതിലൊരു ആശങ്കയും ഉണ്ടാവരുത് എന്ന് ബോധ്യപ്പെടുത്തുക. ഒരേ വസ്തു പലരുടെ കയ്യിലേക്ക് കൊടുത്താൽ അത് അവരവരുടെ ബുദ്ധി അനുസരിച്ചിട്ടാണ് ഉപയോഗിക്കുക. എല്ലാവരും ഒരുപോലെയല്ല. ഒരേ വസ്തു ഒരേപോലെ ഇരിക്കും, ഒന്ന് തന്നെയാണ്. അതിൻ്റെ ഉപയോഗം എന്താണ് എന്ന് അത് അവരവരുടെ, ഇപ്പം ഒരു പഴം ഒരാളുടെ കീഴേ കൊണ്ടുകൊടുത്ത് കഴിച്ചോളാൻ പറയാം. അപ്പൊ ഒന്ന് ഇടത്ത് കൈയിൽ വെച്ച് അതിൻ്റെ തൊലിയൊക്കെ ഉരിഞ്ഞു മാറ്റിയിട്ട് ചിലരെ എന്ത് ചെയ്യും? കടിച്ചു കഴിക്കും. ചിലരെ വലത് കൈ കൊണ്ട് ഓരോ കഷ്ണം മുറിച്ചെടുത്ത് വായിലിട്ട് കഴിക്കും. ഒരു വസ്തു കയ്യിൽ കൊടുത്താൽ പല തരത്തിലാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവരുടെ ബുദ്ധിഭേദമുണ്ട്. ഓരോരുത്തർക്കും പ്രത്യേകമായ ബുദ്ധിഭേദത്തോടെയാണ് സൃഷ്ടിച്ചത്. ബുദ്ധിവിശേഷം കൊണ്ട് അത് ആ മട്ടിൽ എന്ത് ചെയ്യാം? ഉപയോഗിക്കുകയും ചെയ്യാം. വൈദ്യുതി അങ്ങനെയാണ്. എല്ലാത്തിലും പ്രവഹിക്കുന്ന വൈദ്യുതി ഒന്നാണ്. പക്ഷേ അതിൻ്റെ ധിഷണാശക്തിയായ പ്രവർത്തനം പലതരത്തിലാണ്.
കേൾക്കാമല്ലോ? ഇപ്പൊ കേൾക്കാം. മുമ്പേക്ക് നെറ്റ് പോയായിരുന്നു, അതൊന്ന് വരാൻ ഇത്തിരി താമസിച്ചായിരുന്നു. ഇപ്പൊ സൃഷ്ട്വാ പുരാണി വിവിധന്യതയ ആത്മശക്തിയാ വൃക്ഷൻ സരീസൃപ പശൂൻ ഖഗദം സമൽഫ്യൻ അതുഷ്ടഹൃദയ പുരുഷം വിധായ ബ്രഹ്മാവലോകധിഷണം മുദമാപദേവാം. ഈ ശരീരം കിട്ടിയതിൽ സന്തോഷിക്കേണ്ടത് ബ്രഹ്മാവലോകന ധിഷണത ഈ ശരീരത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തൊരു അത്ഭുതമാണത്! മറ്റൊരു ശരീരത്തിനും അതില്ല. അതിനെയൊക്കെ സൃഷ്ടിച്ചിട്ടും സന്തോഷം ഉണ്ടായില്ല. അവസാനമാണ് മനുഷ്യ ശരീരത്തെ സൃഷ്ടിച്ചത്. എത്ര ഉത്കൃഷ്ടമാണ് ശരീരം നോക്കൂ. ഇതൊരു ഗുരുവല്ലേ? ഗുരുവിനെ പോലെ ആദരിക്കുകയും പൂജിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതാണ്. കാരണം ഇതിലിരുന്നു കൊണ്ടാണ് എനിക്ക് ഈശ്വര സേവ ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ ധിഷണ, എൻ്റെ ബുദ്ധിയെ, ഈശ്വരനെ കണ്ടെത്താനുള്ള ബുദ്ധി എൻ്റെ ഈ ശരീരത്തിൽ നിന്നാണ് ഞാൻ നേടുന്നത്. മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ക്രൂര ബുദ്ധിയും ഈ ശരീരത്തിൽ നിന്നുള്ള നേടുക. അപ്പൊ വിവേകം ഉപയോഗിക്കണം. അതല്ല വേണ്ടത്, ഇതാണ്. ഈ വിവേകത്തിന് എന്ത് ചെയ്യണം? പഠിക്കണം, അറിവ് നേടണം. അതിനാണ് നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. ഈ വിവേകം കിട്ടുമ്പോൾ ഈ തിരിച്ചറിവുണ്ടാകും, ഇതാണ് വേണ്ടത് എന്നറിയും. അങ്ങനെ ഈ കിട്ടിയ ജന്മം പാഴാക്കാതെ ഈശ്വര അന്വേഷണത്തിന് വേണ്ടി തികച്ചും ഈ മനുഷ്യ ശരീരത്തെ പാത്രീഭവിപ്പിക്കാൻ ഈ ശരീരം എന്നെ പഠിപ്പിച്ചു. അതൊരു പാഠമായി. ശരീരത്തിന് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഒരു ശരീരത്തെക്കുറിച്ച് എന്തുമാത്രമാണ് അന്വേഷിക്കുന്ന നമ്മെ ബോധ്യപ്പെടുത്താനുള്ളത്? പൃഷ്ട്വാ പുരാണി വിവിധന്യജയാത്മശക്തിയാം വൃക്ഷാൻ സരീസൃപശൂൻ ഖഗദം സമൽഫ്യാൻ തൈസ്തൈരതുഷ്ടഹൃദയ പുരുഷം വിധായ ബ്രഹ്മാവലോകധിഷണം മുദമാപദേവാം. സൃഷ്ട്വാ പുരാണി വിവിധന്യജയാത്മശക്തിയാം വൃക്ഷാൻ സരീസൃപശൂൻ ഖഗദം സമൽഫ്യാൻ തൈസ്തൈരതുഷ്ടഹൃദയ പുരുഷം വിധായ ബ്രഹ്മാവലോകധിഷണം മുദമാപദേവാം. ലബ്ധ്വാസുദുർലഭമിദം ബഹുസംഭവാന്തേ മാനുഷ്യമർത്ഥമത നിത്യമപീഹധീരം തൂർണം യതേത ന പതേത് അനുമൃത്യുയാവൻ നിശ്രേഫായ വിഷയ ഖലു സർവതശ്ചാത്. ലബ്ധ്വാസുദുർലഭമിദം, സുദുർലഭമായി ഈ ശരീരം കിട്ടിയിട്ട്, ബഹുസംഭവാന്തേ, അനേകം ജന്മങ്ങളിലെ അവസാനത്തിലാണ്. സംഭവങ്ങൾ ജന്മങ്ങളാണ്. അനേക ജന്മങ്ങളിലെ അവസാനത്തിലാണ് സുദുർലഭമായ ഈ മനുഷ്യരെയും കിട്ടിയിരിക്കുന്നത്. എപ്പോഴും ആ ഒരു വിചാരം വേണം. ഇത് എങ്ങനെയെങ്കിലും നശിച്ചു പോകാനുള്ളതല്ല. എത്ര നാളത്തെ കാത്തിരിപ്പ് കൊണ്ടാണ് ഈ ജന്മം കിട്ടിയത്? മാനുഷ്യം, മനുഷ്യ ശരീരം, അർത്ഥമത നിത്യം അപീഹധീര. അതുകൊണ്ട് മാനുഷ്യം അർത്ഥദം അനിത്യം അപീഹധീര. ഈ മാനുഷ്യം, മനുഷ്യ ശരീരം അർത്ഥദമാണ്. അർത്ഥദം പുരുഷാർത്ഥങ്ങളെ നൽകാൻ ഉപകരിക്കുന്നതാണ്. അനിത്യമാണ്. അങ്ങനെയുള്ള ശരീരം ഇഹ കിട്ടിയിട്ട് ധീരൻ തൂർണം യതേത, നിശ്ചയമായിട്ടും യത്നിക്കണം. നപതേത്, പതിച്ചു പോകരുത്. അനുമൃത്യു യാവത്, മൃത്യു ഉണ്ടാകുന്നതുവരെ നിരന്തരം നാശമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ശരീരം യാതൊരു കാലം വരെ വീഴാതിരിക്കുമോ അത്രയും സമയം നിശ്രേയസായ വിഷയ ഖലു സർവതസ്യാത്. നിശ്രേയസത്തിനായിക്കൊണ്ട് വേണം എല്ലാ വിഷയങ്ങളെയും അനുഭവിക്കാൻ. സുദുർലഭമായ ഈ ശരീരം എത്ര ജന്മാന്തരങ്ങൾക്ക് മേൽ ശേഷം കിട്ടിയതാണ്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഇത് നശിച്ചു പോകാവുന്നതാണ്. എത്ര കാലം നിലനിൽക്കുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഓരോ ദിവസവും കുറേശ്ശെ ക്ഷയിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അതുകൊണ്ട് ജാഗ്രതയോടെ ഒരു നിമിഷം പോലും പാഴാക്കരുത്. അടുത്ത നിമിഷം ഞാനുള്ളത് എനിക്കറിയില്ല. അപ്പൊ കിട്ടുന്ന ഓരോ നിമിഷവും അതിനുവേണ്ടി മാത്രം എന്താണ്
പരമശ്രേയസ്സിന് വേണ്ടിയിട്ട്, ആത്യന്തികമായ ദുഃഖനിവൃത്തിക്ക് വേണ്ടിയിട്ട്, പരമാനന്ദം പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കലാണ് ജീവിത ലക്ഷ്യം എന്ന് ഈ ജന്മം കിട്ടിയ ഓരോ മനുഷ്യരും തിരിച്ചറിയേണ്ടതാണ്. വിഷയസുഖം മറ്റുള്ള എല്ലാ ജീവജാലങ്ങൾക്കും കിട്ടും, നമുക്ക് മാത്രമല്ല. പക്ഷെ നമുക്ക് മാത്രമേ ഉള്ളൂ ഈ ബ്രഹ്മാവലോകന ധിഷണ. അതുകൊണ്ട് മനുഷ്യദേഹം വിഷയാനുഭവത്തിന് വേണ്ടി മാത്രമുള്ളതല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് വീക്ഷിക്കാനുള്ള ശക്തി ഉണ്ടാക്കണം. അതാണ് ധീരന്റെ ലക്ഷണം എന്ന് അവധൂത ബ്രാഹ്മണൻ യദുവിനെ ഉദ്ബോധിപ്പിച്ചു. ലബ്ധ്വാസു ദുർലഭമിതം ബഹുസംഭവാന്തേ മാനുഷ്യമർത്ഥതം അനിത്യമപീഹ ധീരം തൂർണം യതേതനപതേതനുമൃത്യുയാവൻ നിശ്രേയഫായ വിഷയ ഖലു സർവതഫ്യാൻ. ലബ്ധ്വാസു ദുർലഭമിതം ബഹുസംഭവാന്തേ മാനുഷ്യമർത്ഥതം അനിത്യമപീഹ ധീരം തൂർണം യതേത നപതേതനുമൃത്യുയാവൻ നിശ്രേയഫായ വിഷയ ഖലു സർവതഫ്യാത്. ഏവം സഞ്ജാത വൈരാഗ്യോ വിജ്ഞാന അലോക ആത്മനി വിചരാമി മഹീമേതാം മുക്തസംഗോവനഹംകൃതി. ഏവം ഇങ്ങനെ സഞ്ജാത വൈരാഗ്യ. ചോദിച്ചില്ലേ ഇത് തന്നോട്, എങ്ങനെ വിരക്തി സമ്പാദിച്ച് സന്തോഷിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുന്നു? ഇങ്ങനെയാണ് സഞ്ജാത വൈരാഗ്യനായത്. വിരക്തി ഉണ്ടാക്കിയിട്ട് വിജ്ഞാന ആലോകെ ആത്മൻ, ആത്മാവിൽ വിജ്ഞാനത്തെ കണ്ടുകൊണ്ട് വിചരാമി സഞ്ചരിക്കുന്നു മഹീ ഭൂമിയിലേക്ക് ഏകാം മുക്തസംഗോ അനഹംകൃതി. അഹങ്കാരമില്ലാതെ സംഘങ്ങൾ ഉപയോഗിച്ച് ഞാനിതാ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഏവം സഞ്ജാത വൈരാഗ്യോ വിജ്ഞാന അലോകാത്മനി വിചരാമി മഹീമേതാം മുക്തസംഗോ അനഹംകൃതി. ഏവം സഞ്ജാത വൈരാഗ്യോ വിജ്ഞാന അലോകാത്മനി വിചരാമി മഹീമേതാം മുക്തസംഗോ അനഹംകൃതി. അതുകൊണ്ട് ഇവിടെ നിന്നും എന്ത് ചെയ്യരുത്, ഓടിപ്പോവാതെ ഈ ശരീരത്തെ സംരക്ഷിക്കുന്നത്, ആരോഗ്യത്തെ സംരക്ഷിക്കുന്നത്, ബുദ്ധിയെ സംരക്ഷിക്കുന്നത്, മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുന്നത്, നല്ല ശക്തിയോടുകൂടി ജീവിക്കാൻ പറ്റുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ശരീരത്തെ നിലനിർത്താനാണ് എന്ന് യദുവിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞ് ഈ ഇച്ഛാപൂർവകമായ എൻ്റെ എല്ലാ പ്രവൃത്തികളും ഉപേക്ഷിച്ച് തത്വം ചെയ്ത് ആത്മാവിൽ പ്രകാശിക്കുന്ന ആത്മജ്ഞാനത്തെ ഉണ്ടാക്കിയെടുക്കണം. അതിനാണ് ഈ ശരീരം എന്ന് ബോധ്യപ്പെടുത്തി ഒരിക്കലും ഭടന്മാരിൽ നിന്നും അനുമതി സിദ്ധിക്കാതെ ബന്ധത്തിന് വേർപെട്ടു പോകുന്നത് പോലെ ശത്രുക്കളൊക്കെ ഓടിപ്പോയതിനാൽ ഞാൻ അസംഗനായി. എനിക്കിപ്പോൾ ഒരു ശത്രുവില്ല, അവധൂതനായതുകൊണ്ട് ശത്രുക്കളായതില്ല. നക്യേകസ്മാത് ഗുരോർജ്ഞാനം സുസ്ഥിരം പുഷ്കലം ബ്രഹ്മേതത് അദ്വിതീയം വൈ ഗീയതേ ബഹുധർഷിഭി നഹി ഏകസ്മാത് ഗുരുഹു ജ്ഞാനം. ഒരു ഗുരുവിൽ നിന്ന് കിട്ടുന്ന അറിവ് സുസ്ഥിരം നഫ്യാത്, സ്ഥിരമാവണം എന്നില്ല. സുപുഷ്കലം നഫ്യാത്, അത് പരിപൂർണമാവണമെന്നും ഇല്ല. ഒരു ഗുരുവിൽ നിന്ന് കിട്ടുന്ന ആ അറിവ്, ജ്ഞാനം ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ സ്ഥിരമായിട്ട് നിൽക്കണം എന്നില്ല. അത് വളർന്നു വലുതായി വലിയ മരമായി തീരും എന്നും വിചാരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അത് അവളോട് തീരും. പക്ഷേ ബ്രഹ്മ ഏതത് അദ്വിതീയം വൈകീയതേ ബഹുധർഷിഭി. അദ്വിതീയമായ ബ്രഹ്മം ബഹുധർഷിഭി, പല പ്രകാരത്തുള്ള ഋഷിമാർ ബഹുധാർഷിഭിഗീയതയെ പാടുന്നു. അതുകൊണ്ടാണ് അനേകം ഗുരുക്കന്മാർ, അനേകം ഋഷിമാർ. നമുക്ക് ശാസ്ത്രങ്ങൾ തന്നെ പലതാണ്. ഒന്നുപോരെ ഇതെല്ലാം പഠിക്കാൻ? ബൈബിൾ ഒരൊറ്റ ഗ്രന്ഥം പോരെ? അല്ല, പലതിൽ കൂടി ഈ ഒരേ കാര്യം വീണ്ടും 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 പല വഴി കൂടി പറയുമ്പോഴേ അതെന്ത് ചെയ്യത്തുള്ളൂ, ഉറക്കത്തുള്ളൂ. ഒറ്റ വഴി കൂടെ ആയാൽ അത്ര ഉറക്കില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഓരോ ഗുരുക്കന്മാർ ഈ ബ്രഹ്മതത്വത്തിന്റെ മാഹാത്മ്യത്തെ പല രീതികളിൽ കൂടി, പല മാർഗത്തിൽ കൂടി, എല്ലാവർക്കും ഒരേ മാർഗമല്ല ഇഷ്ടപ്പെടുക. അപ്പൊ ഭിന്നരുചിയാണ് മനുഷ്യരെന്ന് കണ്ടിട്ട് അതിനനുസരിച്ച് ഈ പരമാർത്ഥജ്ഞാനത്തെ അവര്
പലരിൽ കൂടി പഠിപ്പിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഗുരുക്കന്മാരെ ഭരിച്ചത്, അല്ലെ ഒരു ഗുരു പോരെ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അതുകൊണ്ട് പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന അദ്വിതീയമായ ബ്രഹ്മത്തെയാണ് ഋഷിമാരൊക്കെ പാടുന്നത്. നഹ്യേകസ്മൻ ഗുരുജ്ഞാനം സുസ്ഥിരം സ്യാത് സുപുഷ്കലം ബ്രഹ്മൈതദ്വിതീയം വൈ ഗീയതേ ബഹുധർഷിഭി. നഹ്യേകസ്മൻ ഗുരുജ്ഞാനം സുസ്ഥിരം സ്യാത് സുപുഷ്കലം ബ്രഹ്മൈതദ്വിതീയം വൈ ഗീയതേ ബഹുധർഷിഭി. ശ്രീഭഗവാനുവാച ഇത്യുക്ത്വാ ഫയതും വിപ്ര തം ആമന്ത്ര്യ ഗഭീരധീ വന്ദ്യോഭ്യർത്ഥിതോ രാജ്ഞ ഏയോ പ്രീതോ യഥാഗതം. ഇത്യുക്ത്വ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ യദുവിനോട് പറഞ്ഞിട്ട് സഹ യദും വിപ്രഹ ആ വിപ്രൻ അവധൂതൻ തം ആമന്ത്ര്യ അവനോട് യാത്ര ചോദിച്ചിട്ട് ഗഭീരധീ നല്ല ബലപ്പെട്ട ബുദ്ധിയോട് കൂടിയവരായിട്ട് വന്ദിതോ അഭ്യർത്ഥിതോ രാജ്ഞ രാജാവിനാൽ വന്ദിക്കപ്പെട്ട് അഭ്യർത്ഥിക്കപ്പെട്ട് പ്രീതനായിട്ട് യഥാഗതം വന്നവര് പോയി. മഹാഭാഗ്യശാലിയായ യദു അഗാധ ബുദ്ധിമാനായ ഈ അവധൂതനെ വന്ദിച്ച് നമസ്കരിച്ച് ആ ഉപദേശം കൊണ്ട് പരിശുദ്ധ ഹൃദയനായി യദു നിൽക്കുന്നത് കണ്ട് ആ കരുണാനിധിയായ ഗുരു സന്തോഷിച്ച് വന്നു വർദ്ധിച്ചു പോയി. ഇത്യുക്ത്വാ ഫയതും വിപ്രസ്തമ അമന്ത്രഗഭീരധീ വന്ദ്യതോഭ്യർത്ഥിതോ രാജ്ഞായോ പ്രീതോ യഥാഗതം. ഇത്യുക്ത്വാ ഫയതും വിപ്രസ്തമ അമന്ത്രഗഭീരധീ വന്ദ്യതോഭ്യർത്ഥിതോ രാജ്ഞായോ പ്രീതോ യഥാഗതം. അവധൂതവച ശ്രുത്വാ പൂർവേഷം നഃപൂർവജാം സർവസംഗ വിനിർമുക്ത സമചിത്തോ ബഭൂവഹാം. ഇങ്ങനെയുള്ള അവധൂതന്റെ വാക്കുകൾ കേട്ടിട്ട് പൂർവേഷാം പൂർവജ പൂർവന്മാരുടെയും പൂർവജനായ ആ യദു സർവസംഗ വിനിർമുക്ത എല്ലാവിധത്തിലുള്ള ബന്ധനത്തിൽ നിന്നും മുക്തനായിട്ട് സമചിത്തനായി ബഭൂവ ഭവിച്ചുവല്ലോ. ഇതാണ് ഒരു ആൾ ഉപദേശിച്ചപ്പോൾ എത്ര തരത്തിൽ കൂടി കേട്ടതാണ്. ഒരു ഗുരു അല്ല, പ്രപഞ്ചം മുഴുവനും പഠിപ്പിക്കുകയാണ്. ഓരോരുത്തരും ഓരോന്നും പഠിക്കുക. അങ്ങനെ പഠിക്കുന്ന ഏക ലക്ഷ്യം എന്താണ്? ഒന്ന് വൈരാഗ്യം ഉണ്ടാകണം, പിന്നൊന്ന് വിരക്തി ഉണ്ടാകണം എന്ന് ഇവിടെ പറഞ്ഞ് ഉപസംഹരിച്ച അധ്യായം ഉപസംഹരിക്കുകയാണ്. അവധൂത വചശ്രുത്വാ പൂർവേഷാം സപൂർവജാം സർവസംഗ വിനിർമുക്ത സമചിത്തോ ബഭൂവഹാം. അവധൂത വചശ്രുത്വാ പൂർവേഷാം സപൂർവജാം സർവസംഗ വിനിർമുക്ത സമചിത്തോ ബഭൂവഹാം. ഈ 24 ഗുരുക്കന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞ് ഉദാഹരിച്ചതൊക്കെ 2-3 വിഷയങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്താനാണ്. പൃഥ്വിയാദികളായ ആദ്യത്തെ 13 വിഷയങ്ങൾ കൊണ്ട് ജ്ഞാനസ്വരൂപത്തെ എന്താണെന്ന് പറഞ്ഞു, സൃഷ്ടി സ്വഭാവത്തെക്കുറിച്ചും പറഞ്ഞു. പിന്നെ 3 അധ്യായം കൊണ്ട് വിഷയസുഖങ്ങളെ ഗ്രഹിക്കരുത് എന്ന് കാണിക്കാൻ വേണ്ടി, വൈരാഗ്യം ഉണ്ടാക്കണം എന്ന് കാണിക്കാൻ വേണ്ടി 8 ഗുരുക്കന്മാരെ, കബോധം, മത്സ്യം, മാന്, കുമാരി, ആന, പാമ്പ്, പാറ്റ, കുതിര, ഇത്രയെണ്ണത്തിൽ പറഞ്ഞു. പിന്നെ 3 പേര്, തേനീച്ച, തേനെടുക്കുന്നവൻ, തിങ്കള, അവരെ സ്വീകരിക്കേണ്ട ഇതിനെ ധരിപ്പിക്കുന്ന ഗുരുനാഥന്മാരാണ്. എന്നിങ്ങനെ വിഷയവൈവിധ്യത്തെ കൊണ്ട് ഒത്തിരി ഉദാഹരണങ്ങൾ കൂടി 3 വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഋഷി ഇവിടെ കൃതാർത്ഥനായ കാര്യം ഉദാഹരിച്ചുകൊണ്ട് ഇനിയും ഉദ്ധവരോട് ഭഗവാന്റെ ഉപദേശം ആരംഭിക്കാണ് അടുത്ത അധ്യായങ്ങളിൽ. ഇതുവരെ ആ ഉദ്ധവോപദേശത്തിന്റെ രൂപക്രമമായിരുന്നു, ആമുഖമായിരുന്നു. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. നശിച്ചു പോകുന്ന ദേഹത്തെ എങ്ങനെ ഗുരുവായിട്ട് സ്വീകരിക്കാൻ പറ്റും? ജീവാത്മാവല്ലേ സാറേ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്? ആരാ? ജീവാത്മാവല്ലേ ദേഹത്തെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നു. അപ്പം ദേഹത്തിന് ഒരു ഗുരുവായിട്ട് എങ്ങനെ സ്വീകരിക്കാൻ പറ്റും?
അതെ, ഈ ദേഹം ഉള്ളത് കൊണ്ടാണല്ലോ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈച്ചയുടെ പൂച്ചയുടെ ദേഹത്തിലിരിക്കുന്നെങ്കിലോ? മനുഷ്യദേഹം. അതിനെ കുറിച്ചേ പറയുന്നേ. ബ്രഹ്മാവലോകന അവലോകതിഷണം മുതമാപ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ്. അത് കിട്ടിയപ്പോഴാണ് സന്തോഷമായത്. എന്റെ ഈ ശരീരം, ഈ മനുഷ്യ ശരീരം എന്നെ പഠിപ്പിച്ചു. ഞാൻ അതിൽ ഗുരുവായി. അതെന്നെ ഗുരുവായിട്ട് പഠിപ്പിച്ചു എന്ന് പറഞ്ഞേ. അല്ല, മറ്റു ദേഹത്തെ കുറിച്ചല്ല. ഇവിടെ അവധൂതന്റെ വാക്കാണല്ലോ ഇത്. അതെ, അവധൂതൻ. പിന്നെ തന്റെ ദേഹത്തെ പറ്റിയാണല്ലോ പറയുന്നത്. അതുമല്ല, നമ്മുടെ ദേഹം അത് പാരഖ്യമാണെന്നുള്ളതും പ്രത്യേകിച്ച് പാരഖ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ആ ഒരു അവബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ സത്യത്തിൽ മറ്റൊന്നും ചിന്തിക്കാൻ പാരഖ്യമാണെന്നൊരു ബോധം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ ഇന്ദ്രിയങ്ങളും അവയവങ്ങളും ഒക്കെ ഈ വിഷയത്തിലോട്ട് നമ്മളെ പിടിച്ചിറക്കി കൊണ്ടുപോകല്ലേ. അതെ അതെ അതെ. അതിൽ നിന്ന് വിടുതൽ നേടാനാണ് എന്താ വിരക്തി നേടേണ്ടത്. അത് ഇവിടിരുന്നേ പറ്റുള്ളൂ. അല്ല, ആ ഒരു ബോധം വന്നു കഴിഞ്ഞാൽ വിരക്തി, ആ വൈരാഗ്യം ഉണ്ടാകും. ഒക്കെ അന്ന് ഇത്രയും നാള് നമ്മള് ഈ വേട്ടാളൻ അവിടെ ഇവിടെയൊക്കെ കൂടുവെച്ച് ഇങ്ങനെ വേറെ പുഴുവിനെ കൊണ്ടുവന്നിട്ട് ഇതേമാതിരി ഈ ഒരു വേല ചെയ്തിട്ട് വേട്ടാളന്റെ രൂപത്തിലാക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അത് അങ്ങനെ തന്നെയാണ്. അതല്ലേ പറഞ്ഞു, ഈ ബോട്ടണിസ്റ്റുകൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതല് ഈ വേട്ടാളിനെ കുറിച്ച് പഠിച്ചു കൃഷി എന്ന് പറയുന്നത് എന്ത് അത്ഭുതം അത്. നമ്മൾ ഇത്രയും നാള് ജീവിച്ചു, ഇതുവരെ ഇങ്ങനൊരു കാര്യത്തെ കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചില്ല. അപ്പോ അത്രേ ഉള്ളൂ. ഇത്രയും നാള് നമ്മൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ സന്യാസം സ്വീകരിച്ചേനെയോ. അതാണ് വിഷയം. മനുഷ്യന് സ്വാർത്ഥത ഒഴിഞ്ഞിട്ട് നേരമില്ല. അവരവരുടെ മക്കള്, ഭാര്യ, കുട്ടികൾ നല്ല നിലവാരത്തിലെത്തണം, അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കണം, നല്ല രീതിയിൽ എത്തിക്കണം, നല്ല വിവാഹം കഴിപ്പിക്കണം, നല്ല സന്താനങ്ങൾ ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ ഇപ്പൊ മരിക്കും വരെ ആഗ്രഹം ഒരു കാരണവശാലും വിട്ടുപോകില്ല. അപ്പൊ പിന്നെ ഇപ്പൊ പഠിച്ചതുകൊണ്ട് നമ്മൾ നാളെ ഒരു സർവസംഘ പരിത്യാഗിയായി തീരത്തൊന്നുമില്ല. ഒരിക്കലും നമുക്ക് ബന്ധങ്ങൾ ഒരിക്കലും വിട്ടുപോകാൻ നമുക്ക് കഴിയത്തില്ല. നമ്മുടെ മനസ്സത് സമ്മതിക്കത്തില്ല. അപ്പൊ കുറേശ്ശെ വിരക്തി നേടിയെടുത്താൽ അത് നമുക്ക് ഒന്നിനും കൊള്ളാത്തൊരു വരുവാകുമ്പം വിരക്തിയിലേക്ക് പോകും. അതിന് നന്നായി ഉപദേശിച്ചിരുന്നേ. അതെ 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 അതെ. നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും പ്രവർത്തനരഹിതമാകുമ്പോ നമ്മൾ സർവസംഘ പരിത്യാഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കും. അതുവരെ അനങ്ങൂല. സർവസംഘ പരിത്യാഗത്തിനുള്ള ധിഷണ തന്നിട്ടുണ്ട്. ഉണ്ട്. പക്ഷെ അത് നമ്മള് ആരോഗ്യം നഷ്ടപ്പെട്ടേ തീരുമാനിക്കത്തുള്ളൂ. ആരോഗ്യം നഷ്ടപ്പെട്ടതിന് ശേഷമേ തീരുമാനിക്കത്തുള്ളൂ എന്ന് മാത്രം. അതുകൊണ്ടാണ് കൗമാര ആചര്യ പ്രാജ്ഞ ധർമാൻ ഭാഗവതാനിഹ. അതാ ചെറുപ്പത്തിൽ മോനെ പഠിച്ചു വരട്ടെ, അപ്പൊ കുറെ ആകുമ്പോഴെങ്കിലും ഒരു മാറ്റി ഉണ്ടാക്കി. ഇപ്പൊ നമ്മൾ കുറെ വൈകിയാണ് പഠിക്കാൻ പോയത്, എങ്കിലും നമുക്കത് അറിയാൻ പറ്റില്ലോ. ഉള്ളതാട്ടെ നമ്മുടെ ചിന്താഗതി ഈ പാപകർമ്മത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പുണ്യകർമ്മത്തിലേക്ക് പിന്മാറാൻ ഒരു സാഹചര്യങ്ങൾ ഇത് വഴിയൊരുക്കും. അതാ വേണ്ടത്. അതൊരിക്കൽ പാപത്തിന്റെ അളവ് കുറവാണെങ്കിൽ ചിലപ്പോൾ എളുപ്പം പറ്റും. അതേ പറ്റുള്ളൂ. ആഗ്രഹ നിവൃത്തി ഒരിക്കലും ഉണ്ടാവൂല. അതിങ്ങനെ അവസാനമൊക്കെ ഉണ്ടാകും. പക്ഷെ നമുക്ക് ഇത് എനിക്ക് മതിയായി എന്ന് സ്വയമേവ ചിന്തിച്ചുറയ്ക്കാനുള്ള ഒരു ഭാവം ഉണ്ടാവണം. ഇത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സാരമില്ല, ഞാൻ ഇത്രയും കാലമൊക്കെ അനുഭവിച്ചല്ലേ. എത്ര കാലം ഞാൻ ഇതൊക്കെ അനുഭവിച്ചാൽ മതി, പോട്ടെ, വേണ്ട. എനിക്ക് തോന്നുന്നത് സുഖവും സന്തോഷവും ആരോഗ്യവും എല്ലാം തികഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ മനസ്സ് ഇതിലേക്കെങ്ങും പോകുന്നില്ല. അതേസമയം എപ്പോഴോ ദുഃഖം ഉണ്ടാകുന്നു, ആ സമയത്ത് മാത്രമേ ഈശ്വരനെ നമ്മൾ വിളിക്കൂ. അത് സ്വഭാവമാണ്. ആ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതേ പിടിച്ച് നമ്മൾക്ക് ഇതുപോലുള്ള ഉപദേശങ്ങളെല്ലാം നമുക്ക് ആശ്വാസം തരുന്നതും സന്തോഷം തരുന്നതുമാണ്. അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും മാത്രമേ നമുക്ക് ഇതിലേക്ക് വരാൻ കഴിയുകയുള്ളൂ. ഭഗവത്ഗീത അത് തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്, അഭ്യാസവും വൈരാഗ്യവും, അല്ലെ? അപ്പോൾ അത് രണ്ടും കൊണ്ട് മാത്രം നമുക്ക് വരത്തുള്ളൂ. ഇതിന്റെ ആവശ്യം നമുക്കുണ്ട്.
ഇതൊരു നമുക്കുള്ള ഒരു സ്റ്റോക്കാണ്. ഇതൊരു വലിയ ദിവ്യൌഷധമാ. രോഗിക്ക് വേണം ഔഷധം, രോഗമില്ലാത്തവൻ ഔഷധം ആവശ്യമില്ല. രോഗിയാകുന്ന ഒരവസ്ഥ എല്ലാത്തിനുമുണ്ട്, ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനും. ഉദിക്കുകയും വളരുകയും അസ്തമിക്കുകയും. അപ്പോ അതിനുവേണ്ടി നീ ഒന്ന് കരുതിയിരുന്നോ എന്നുള്ള ഒരു തയ്യാറെടുപ്പ്, ഒരു ഉപദേശം കൂടാണ് ഈ ഭാഗവതം നമുക്ക് തരുന്നത്. നമ്മുടെ കർമ്മത്തിൽ നിന്ന് വിട്ടുപോകാനല്ല, കർമ്മത്തിൽ മുഴുകി നമ്മൾ ജീവിക്കുന്ന അവസരത്തിലും വരുന്നുണ്ട്, ഓർത്തിരുന്നോളൂ എന്നൊരു താക്കീത് കൂടാണിത്. അപ്പോൾ അതിന് കരുതിയിരിക്കുക, അതിന് തയ്യാറായിരിക്കുക, അവിടെയാണ്. അല്ലാതെ ഉപേക്ഷിക്കണ്ട, ശേഖരിച്ചു വെച്ചോളൂ, ആവശ്യം വരും. അരക്കുണ്ടെന്ന് കരുതി ചക്ക വേണ്ടെന്ന് വെക്കില്ലല്ലോ. അതെ, അരക്ക് പറ്റി നേഹത്തൊക്കെ ഉണ്ട്, ചക്ക വേണ്ടെന്ന് വെച്ചില്ല. എന്ത് ചെയ്യും? എണ്ണ വരട്ടിക്കൊണ്ട് ചക്ക എടുക്കാം. അതെ. അല്ല, സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രബോധനം നമുക്ക് ചെറുപ്പത്തിൽ തൊട്ട് അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ തൊട്ട് നമുക്ക് ഈ പ്രബോധനം കിട്ടുന്നില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ന്യൂനത. നമുക്കിത് കിട്ടുന്നത് ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ ഈ വൈകിയ വേളയിലാണ് കിട്ടുന്നത്. പക്ഷേ നമുക്കിത് ശരിക്കും കിട്ടേണ്ടത് ഈ നല്ല പ്രായത്തിൽ കിട്ടിയ അവബോധത്തോടു കൂടി ജീവിക്കുവാണെങ്കിൽ നമ്മുടെ ആ കൾച്ചർ തന്നെ ഒന്ന് വേറെ ആയിരിക്കും. ഇന്നത് നഷ്ടപ്പെട്ടു, അത് നമുക്ക് നഷ്ടപ്പെട്ടു. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇത് കിട്ടേണ്ട സമയത്ത് കിട്ടിയാൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. നമുക്കിതിപ്പോ സമയം തെറ്റിയാണെങ്കിൽ കിട്ടിയല്ലോ. അതെ, അതെ, അതെപ്പോഴും ഞങ്ങൾ പറയാറുള്ളത് പോലെ സാർ ഇതിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചത് കൊണ്ട് കിട്ടി, അല്ലെങ്കിൽ എവിടെ കിട്ടാൻ. ആരെങ്കിലുമൊക്കെ വേണ്ടേ? ഈ ഗീതയിലും ഭാഗവത്തിലും എല്ലാം ബേസിക് ആയിട്ട് പറയുന്നത് കാമനകൾക്ക് പരിമിതി ഉണ്ടാക്കുക എന്ന് മാത്രമാണ്. അതാണ്, കാമനകൾക്ക് പരിമിതി ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വിഷയത്തിലും നമുക്ക് ടെൻഷൻ ഇല്ലാതെ പോവാം. അതാണ് ആഗ്രഹങ്ങൾക്ക് പരിമിതി വെച്ചാൽ ടെൻഷൻ ഇല്ല. ഒന്നും നമ്മുടെ കയ്യിലല്ല, എല്ലാം ഈശ്വര നിശ്ചയാണെന്ന് കരുതിയാൽ പിന്നെ ഒരു വിഷയത്തിനും പ്രസക്തിയില്ല. നമ്മൾ ചെയ്യാനുള്ള കർമ്മങ്ങൾ, മനോഭാവ കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് ദോഷം വരാത്ത രീതിയിൽ ചെയ്യുക എന്ന് മാത്രം. സാറേ, 10-15 വർഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഒത്തിരി മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് സാറേ. തീർച്ചയായിട്ടും അതൊരു സത്യമായി. ഭാഗവതം പഠിച്ചു തുടങ്ങിയ പിന്നെ നിങ്ങളൊക്കെ ആ ഒരു വ്യത്യസ്തത നന്നായിട്ട് 10 വർഷം മുമ്പ് കണ്ട നിങ്ങളല്ല ഇപ്പൊ കാണുന്നുള്ളത്. ശരിയാ, സത്യം. കാഴ്ചപ്പാടിന് നമ്മൾ അറിയാതെ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. ശരിയാണ്. ജീവിതത്തെ ഒത്തിരി മാറ്റം വരുത്താൻ അത് കാരണമായിട്ടുണ്ട്. ശരിയാണ്. ക്ഷീരബല പോലെ ഇങ്ങനെ ആവർത്തിക്കുന്നുള്ളതുകൊണ്ടേ വീണ്ടും അതാ വേണ്ടത്. അത് ഇപ്പൊ കിട്ടിയത് വലിയ കാര്യം. അത് ഈ 10-15 വർഷം കൊണ്ട് നമുക്ക് ഇത്രയൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു, ഒരു ഹൃദയവിശാലത ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു, ഇത്രയൊക്കെ അറിയാൻ പറ്റുന്നു, ഒത്തിരി കഴിയാൻ പറ്റുന്നുണ്ട് സാറേ. തീർച്ചയായിട്ടും. അതെ. അല്ല, ഭാഗവതം ഇങ്ങനെ ഇതിന്റെ വ്യാസൻ എഴുതിയ ആ രീതിയിൽ എന്നെങ്കിലും ഇങ്ങനെ പഠിക്കാൻ പറ്റുന്ന ഒരിക്കലും ഇതാണ് ഭാഗവതം എന്ന് അറിയാനൊരു അവസരമായി പോയത്. അല്ലെങ്കിൽ ഒന്നും അറിയത്തില്ലല്ലോ. കാരണം ഇതിന്റെയൊക്കെ ഒരു ചെറിയ സംഗ്രഹമല്ലേ ഉള്ളൂ നമ്മുടെ കിളിപ്പാട്ടൊക്കെ. കാരണം ഇത് ഇത്ര വിപുലമായിട്ട് ഇപ്പൊ തന്നെ കണ്ടില്ലേ. അതായത് ഈ ലോകത്തെ എത്രമാത്രം സുസൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടാണ് നിരീക്ഷിച്ച് നന്നായിട്ട് പഠിച്ചിട്ടാണ്. എത്രമാത്രം നിരീക്ഷിച്ചിട്ട് അത് ഈ 24 ഗുരുക്കന്മാരെ അദ്ദേഹം കൺക്ലൂഡ് ചെയ്തതാണ് ഏറ്റവും വലിയ മഹത്വം. അതെ. മറ്റു ഓരോന്ന് പറഞ്ഞു തീർത്ത് അവസാനം അല്ല, അതിന്റെ സീക്വൻസ് അവസാനം സ്വന്തം ശരീരം വന്നു. അതെന്നെ അവബോധമാണ് ഉണ്ടാകേണ്ടത്. ആ കൺക്ലൂഷനാണ് ഏറ്റവും സുന്ദരമായിട്ട്. കാരണം ഇത് പാരക്യമാണ് എന്ന് അവിടെ ഉറപ്പിച്ച് അവിടെ പറഞ്ഞു വെച്ചു. 24 ഗുരുക്കന്മാരാണ്. ഇവരുടെ പേര് പറയും, ഈച്ചയും പൂച്ചയും പാറ്റയും ഒക്കെ പറഞ്ഞ് ഇതൊക്കെ ഗുരുവാണെന്ന് പറഞ്ഞ് വിട്ടുപോകുക. അല്ലാതെ ഉണ്ട് ഇതിന് ഈ അവസാനത്തെ കൺക്ലൂഷനിലേക്ക് വരില്ല. അപ്പൊ അതിന് പലപ്പോഴും കേൾക്കാറില്ല. അതാണ് വാസ്തവത്തിൽ വേണ്ടത്.
സത്യത്തിൽ നമ്മൾ ഈ സപ്താഹമൊക്കെ നടത്തുമ്പോൾ ഇത് മൊത്തം വെറുതെ ഇങ്ങനെ ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ, വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും മനസ്സിലാകാത്ത രീതിയിൽ പറയാതെ ഇതിനകത്തിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മാത്രം പറഞ്ഞാൽ മതി. മാത്രം പറഞ്ഞ് അതിനെ അതായത് ആദ്യം തൊട്ട് ബന്ധിപ്പിച്ച് ഈ കഥാസാരത്തെ കൊണ്ടുവന്നിട്ട് ശക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാർക്ക് ഒരു അവബോധം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രയോജനം. പക്ഷെ അന്നേരം ഒരു കാര്യമാണ്, അതൊരു മണി മേക്കിംഗ് ആയിട്ട് മാറത്തില്ല. അത് പറ്റില്ല. ഇന്നിപ്പോ അങ്ങനെ അധപ്പതിച്ച് പോയത്. അതാ വേണ്ടത്, അതാ പ്രശ്നം. അത് മാറ്റിയെടുക്കാം. ഇവിടെ ഈ പുഴുവിന്റെ കാര്യം ലാസ്റ്റ് പറഞ്ഞത് എന്ത് പറഞ്ഞാൽ അതായി തീരുന്നു എന്ന് പറയുമ്പോ ബ്രഹ്മവിത്ത് ബ്രഹ്മഭവതി എന്നുള്ളതിന്റെ ബ്രഹ്മജീവഭവതി അതായിട്ട് തന്നെ തീരുന്നു. ഉപനിഷത്തിൽ സാറ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അത് ഓർക്കുമായിരുന്നു. അതിന് അത് ഉദാഹരണമാണ് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മുടെ ദേഹം ഇതുപോലെ കളയേണ്ടതല്ല, അതുകൊണ്ട് ആ ബ്രഹ്മത്തിലേക്കാനുള്ളതാണെന്നുള്ളത് പറയുന്നതാണല്ലോ. നല്ല അർത്ഥമുള്ളതാണ്. സാറിന് പറയുമ്പോഴാണ് ഇതെല്ലാം കൂടുതൽ മനസ്സിലാകുന്നത്. അല്ല, ഇത് തന്നെയാ ഇംഗ്ലീഷുകാരൻ പറയുന്നത്, മാൻ ഈസ് മൈൻഡ് എന്ന് പറയുന്നത്. ശരിക്കും ശരിക്കും അതിന്റെ എസൻസ് അത് തന്നെയല്ലേ ഈ പറഞ്ഞത് തന്നെ. കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അവസാനം അതാണ് നമ്മുടെ മനസ്സ് മൊത്തം അതായിട്ട് നമ്മൾ മാറുന്നു. ഫിസിക്കലി നമുക്ക് മാറ്റം വന്നില്ലെങ്കിലും നമ്മള് മെന്റലി നമ്മളതായിട്ട് മാറും. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ. അതെ, മനസ്സാണ് അതായിട്ട് മാറുന്നത്. അതാണ് ഈ ശരീരത്തെ ഉപേക്ഷിക്കാതെ നമുക്ക് മറ്റൊന്നായിട്ട് മാറാൻ പറ്റും. അതെ. അപ്പോ ആ ഈശ്വരോന്മുഖമായിട്ട് നമ്മള് ഉള്ള ചിന്തയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് അതായിട്ട് മാറിയിരിക്കും. എന്തായാലും ഗുരുക്കന്മാരുടെ ഏകാദശത്തിന്റെ പ്രധാന വിഷയത്തിലോട് വന്നില്ല. ഇത് രണ്ടും ആമുഖാലും അത് രണ്ടും കൊണ്ട് നമ്മൾ കുറെ നാൾ കഴിച്ചു. നിമി നവയോഗി സംവാദവും ഈ യദു അവധൂത സംവാദവും, 2 സംവാദമാണ് ഇതുവരെ നമ്മൾ തീർത്തത്. ഈ ഒരു 10 ഓളം അധ്യായത്തിൽ കൂടിയാണ് ഇത് നമ്മളെ ബോധ്യപ്പെടുത്തത്. ഇനിയും ഏകാദശത്തിന്റെ വിഷയത്തിലേക്ക്. അപ്പൊ ഏകാദശത്തിനേക്കാൾ വളരെ പ്രധാനമാണ് അങ്ങോട്ട് കടക്കാനുള്ള ഈ വഴി. അല്ലെങ്കിൽ ഏതിനായാലും ആ പശ്ചാത്തലം ഒരുക്കലാണല്ലോ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട. ഞാൻ ആരെന്ന് പറഞ്ഞാലേ പിന്നെ ഉപദേശം കേൾക്കുമ്പോ നമുക്ക് ഒന്നൊന്നും മനസ്സിലാവും. വഴി നന്നാക്കിയിട്ടില്ല ശരിക്കും കിടന്നു പോകാൻ പറ്റുള്ളൂ. ശരിയാ, സാറ് പറയുന്നത് കറക്റ്റ്, അതിന്റെ വഴിയാണല്ലോ ഇത്. പിന്നെ നമുക്ക് അടുത്ത ക്ലാസ് മുതലേ ഉപദേശങ്ങളിലേക്ക് ഇന്ന് പ്രവേശിച്ച് നോക്കാം. ഇന്നിപ്പോ സംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സർ. നമസ്തേ. ഹരി ഓം സർ.